So thank you so much. Thank you so much. How was the meditation? പുതിയ ആൾക്കാർ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടോ? പുതിയ ആൾക്കാർ? Is there anybody who had joined? Okay. Thank you so much for joining. ആരെങ്കിലും പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടോ? ആദ്യമായിട്ട് ജോയിൻ ചെയ്യുന്നവർ? എനിബഡി അങ്ങനെയുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നീ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. ഒരാൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, മുഹമ്മദ് ഷിഫിൽ, വാട്ട് എ ഫീലിംഗ്, താങ്ക് യു സർ എന്ന് പറയുന്നത്. ഓക്കെ, വാട്ട് എ ഫീലിംഗ്, വാട്ട്സ് ഹാപ്പനിങ്? ഷിഫിൽ, ടെൽ മീ. ഷിഫിൽ നമ്മുടെ കോഴ്സിലുള്ള ആളാണ്. ഷിഫിലിന്റെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാമോ? ഷിഫിൽ നമ്മുടെ ഓൺലൈൻ EFT കോഴ്സിലുള്ള ആളാണ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കൂ. അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. എന്താണ് എക്സ്പീരിയൻസ്, പറയൂ. ഫൈസൽ പറയൂ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ് സാർ. പറഞ്ഞോളൂ. ഓക്കെ, ഭയങ്കരമായ ഒരു ഫീലിംഗ് ആണ്. അതായത് എന്താ പറയാ, പറഞ്ഞറിയിക്കാൻ കഴിയുന്നില്ല. ആഹാ. അതെ അതെ അതെ. എന്താണ് ലൈക്ക് നമ്മുടെ കോഴ്സിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളാണല്ലോ നിങ്ങൾ. എന്താണ് മറ്റുള്ളവരോട് പറയാനുള്ളത് നമ്മുടെ കോഴ്സിനെ കുറിച്ച്, സംഗതികളെ കുറിച്ച്? ഒരാൾ ചെയ്യേണ്ട കോഴ്സാണോ നമ്മുടെ EFT ലൈഫ് മാസ്റ്ററി കോഴ്സ്, അതേപോലെ നമ്മുടെ പ്രോഗ്രാമുകളെല്ലാം പ്രത്യേകിച്ച് പറയാമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വളരെ ഒരു പവർഫുൾ പ്രോഗ്രാം ആണ്. ഞാനിപ്പോ ഇന്ന് 5th ഡേ ആണ്. ഭയങ്കരമായ ചേഞ്ച് ആണ് ലൈഫിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് എന്താ പറയാ, ഞാൻ വിചാരിച്ചതിലും എത്രയോ മുകളിലാണ് കോഴ്സും അതുപോലെ സാറിന്റെ പെർഫോമൻസും. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ. ഈ ഒരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന പല ആൾക്കാരുണ്ടാവും. അവർക്ക് പല സംശയങ്ങളുണ്ടാവും. ഇത്തരത്തിലുള്ള പെയ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ ചെയ്യുന്നതിൽ അവർക്കൊരു സംശയം ഉണ്ടാവും. ഞാനിത് ചെയ്യണോ വേണ്ടിയോ, ചെയ്താൽ എന്താകും എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്റെ പണം നഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ എനിക്കിത് ലൈക്ക് ഇത് ഉപകാരപ്പെടുന്നില്ല. അവരോട് എന്താ പറയാനുള്ളത്? തീർച്ചയായിട്ടും, അതായത് ധൈര്യപൂർവ്വം ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക. എന്താ വെച്ചാൽ ഞാനും അതുപോലെ തന്നെ ഒരു എന്താ പറയാ, ഒരു 50-50 ചാൻസിലാണ് ജോയിൻ ചെയ്തത്. പക്ഷെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ആണ് ഒരു 5 ദിവസങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതായത് അത്രയും മാത്രം ഒരു ട്രാൻസ്ഫോർമേഷൻ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം എല്ലാവരും ഞാൻ ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്. അതായത് പുതിയ ആരുണ്ടെങ്കിലും അടിച്ചു നിൽക്കേണ്ട, ദിവസം തീർന്നതിന് മുമ്പ് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അത്രമാത്രം നല്ല പ്രോഗ്രാമാണ്. All right, thank you so much for joining and sharing your experience, Sheffield. In the morning മെഡിറ്റേഷനിലും നല്ല എക്സ്പീരിയൻസ് കിട്ടി. അപ്പൊ ഓരോ ദിവസവും ഉഷാറാവട്ടെ, നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. മറ്റുള്ള ആൾക്കാരുടെ നമ്മുടെ ഗ്രൂപ്പിൽ നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എല്ലാ ഗ്രൂപ്പുകളിലും മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ ഇന്ന് നമ്മളുടെ ഫൈനൽ സെഷനാണ്. ഏതാണ് ഫൈനൽ സെഷൻ? സമ്പത്ത് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഫൈനൽ സെഷൻ. ആദ്യം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഈ ഒരു കഴിഞ്ഞ 6 സെഷനും അറ്റൻഡ് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ 6 സെഷനും അറ്റൻഡ് ചെയ്തു, ഒരുപാട് ഉപകാരപ്പെട്ടു, ഒരുപാട് മനസ്സിലാക്കാൻ പറ്റി. നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. കാരണം ടുഡേ ഈസ് ഫിനാലെ. ഇന്ന് നമ്മളുടെ എന്ന് വെച്ചാൽ ഫൈനൽ ഡേ ആണ്. സോ ടെൽ മീ വാട്ട് ഈസ് ഹാപ്പനിങ് ആൻഡ് ഹൗ വാസ് ദ പ്രോഗ്രാം? കംപ്ലീറ്റ് പ്രോഗ്രാം, അതായത് മോർണിംഗ് സെഷൻ കംപ്ലീറ്റ്. ആബിദ പറയുന്നു അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ലൈക്ക് നമ്മുടെ കമർജാൻ പറയുന്നു ഓക്കെ, വെരി ഗുഡ്, അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. 6 ദിവസവും അല്ലെങ്കിൽ 5 ദിവസം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കും ഷെയർ ചെയ്യാം. ലൈക്ക് നിങ്ങൾ നമ്മുടെ കഴിഞ്ഞ മോർണിംഗ് സെഷൻസ് എല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാവരും പരമാവധി ആൾക്കാരെന്ന് വെച്ചാൽ വീഡിയോയിൽ വരും കേട്ടോ. ബി ഹിയർ ഇൻ വീഡിയോ. നിങ്ങൾ വീഡിയോയിൽ വരുമ്പോഴാണ് എനിക്ക് ഒരു എനർജി ഉണ്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു രസമില്ല. നിങ്ങൾ ഇങ്ങനെ ഇരുട്ടത്തിരിക്കുന്നു, ഒളിഞ്ഞിരിക്കുന്നു, തരികിട കാണിക്കുന്നു, അവിടെ കിടന്നുറങ്ങുന്നു. അങ്ങനെ ഒരു ശരിയാവില്ല. നമ്മളെന്ന് വെച്ചാൽ നിങ്ങളും ബി ഹിയർ ഇൻ വിത്ത് ലൈക്ക് യുനോ വീഡിയോ. നിങ്ങൾ വീഡിയോയിൽ എന്ത് ചെയ്യുക, വരിക. ഓക്കെ, എല്ലാം പങ്കെടുത്തു എന്നാ പറയുന്നു. ഓക്കെ, വെരി ഗുഡ്. മുഹമ്മദ് റാഫി എല്ലാം പങ്കെടുത്തു എന്ന് പറയുന്നു. ഓക്കെ, സോ എന്താണ് നിങ്ങളുടെ എക്സ്പീരിയൻസ്? ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആബിദ, ലൈക്ക് യുനോ ഹൗ വാസ് യുവർ എക്സ്പീരിയൻസ് ഒന്ന് പറയാൻ പറ്റുമോ? ഇതുവരെ പങ്കെടുത്തിട്ടുള്ള നിങ്ങളുടെ ഒരു ഫീലിങ്സ് എന്താണ്? നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയോ? ബിക്കോസ് നിങ്ങൾക്ക് എനർജി തരുന്നത് പോലെ തന്നെ ഇതൊക്കെ ഉപകാരപ്പെട്ടോ എന്ന് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി, ഒരുപാട് മാറ്റമുണ്ടായി, കാഴ്ചപ്പാടുകളിൽ വലിയ മാറ്റമുണ്ടായി എന്ന് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോഴാണ് നമുക്കൊരു മോട്ടിവേഷൻ ആവുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ദിസ് ഇസ് ലൈക്ക് ഗിവ് ആൻഡ് ടേക്ക്. ഞാൻ നിങ്ങൾക്ക് നൽകുമ്പോൾ നിങ്ങളുടെ അടുത്തുനിന്ന് ഈ കോഴ്സിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ സെഷനിൽ പങ്കെടുക്കുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് ഉണ്ടാവുന്ന തിരിച്ചു കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്ക് ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത്, മോട്ടിവേഷൻ തരുന്നത്, എനിക്ക് കൂടുതൽ ഇത് ചെയ്യാനുള്ള ഒരു എന്താ പറയാ, ഒരു പ്രചോദനം തരുന്നത്. സോ ഞാൻ ഇന്നലെ ഒരു ഇന്റർവ്യൂ കണ്ടു. ലൈക്ക് അപ്പൊ ആ ഇന്റർവ്യൂ കണ്ടിട്ട് ശരിക്കും ഇരുന്നു പോയി. അപ്പം
അത് മലയാള സിനിമയിൽ നടനായിട്ട് വന്നിട്ടുള്ള ഷെയ്ൻ നിഗം എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു ഇന്റർവ്യൂ ആണ് കേട്ടത്. അപ്പൊ നമ്മൾ പൊതുവെ പറയുന്ന കുറെ കാര്യങ്ങൾ അദ്ദേഹം നമ്മൾ ഈ അബണ്ടൻസിന്റെ കാര്യങ്ങൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ എന്താ വെച്ചാൽ നമ്മുടെ കോഴ്സിലൊക്കെ പറയുന്ന കുറെ കോൺസെപ്റ്റുകളുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കോൺസെപ്റ്റുകളെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന, ഡിറ്റാച്ച്മെന്റിനെ കുറിച്ച് സംസാരിക്കുന്ന, ഡിസോസിയേഷനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കുറെ നല്ല സ്പിരിച്വൽ ആയിട്ടുള്ള കുറെ സംഗതികൾ ആ ഒരു ഇന്റർവ്യൂന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടെന്ന് വെച്ചാല്, നമ്മൾ ഒന്നും നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ചെയ്യും, ഞാൻ അങ്ങനെ ചെയ്യും എന്ന് പ്ലാൻ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എത്രയോ ചെറുതാണ്, നമ്മളെക്കാട്ടിലും ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്യാൻ കഴിയുന്ന പ്രപഞ്ചനാഥൻ, പ്രപഞ്ചശക്തി അവിടെ അവൈലബിൾ ആണ്. പ്രപഞ്ചശക്തി നമുക്ക് വെച്ചാല് അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നമുക്കായിട്ട് ബെറ്റർ ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു മെസ്സേജ്. അപ്പോൾ നമ്മൾ ഏത് ഒരു കാര്യം നമ്മൾ എന്ന് വെച്ചാൽ ഏറ്റെടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയിട്ട് അത് പ്രോപ്പറായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട റിസൾട്ട് നമുക്ക് ലഭിക്കും എന്ന് പറയുന്ന ഒരു മെസ്സേജ്. സോ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഡ്യൂട്ടീസ് കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരുപാട് സംഗതികളിലേക്ക് നമ്മൾ പോകുന്നതിന് പകരം നമ്മൾ എന്താണോ ഇപ്പൊ ചെയ്യുന്നത് ആ ചെയ്യുന്നത് 100% ഉത്തരവാദിത്വ ബോധത്തോട് കൂടിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കിട്ടേണ്ട റിസൾട്ട് നമുക്ക് വരിക തന്നെ ചെയ്യും. നമ്മൾ നന്നായിട്ട് പണിയെടുക്കണം എന്ന് മാത്രം. നമ്മൾ നമ്മളുടെ മേഖലയിൽ പണിയെടുക്കണം, വർക്ക് ചെയ്യണം, എഫേർട്ട് ഇടണം എന്ന് മാത്രം. അപ്പൊ അതിൽ നമ്മൾ എന്താ വെച്ചാൽ ആത്മാർത്ഥത കാണിക്കാം. ഈ ഒരു മെസ്സേജ് ഒക്കെ ഷെയർ ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും എന്താ വെച്ചാല് എനിക്ക് ചില സമയങ്ങളിൽ എന്താ വെച്ചാല് ചിന്തകൾ വരും, ലൈക്ക് ഇങ്ങനെ വൈ ഷുഡ് ഐ, അല്ലെ? അതായത് ഞാൻ പറയാറുണ്ട്, എന്തിന് ഞാൻ കണ്ടിന്യൂ ചെയ്യണം, എന്തിന് ഞാൻ മുന്നോട്ട് പോകണം, എന്തിന് ഞാൻ നമ്മളെന്ന് വെച്ചാൽ നമുക്കെന്ന് വെച്ചാൽ നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ റിസൾട്ട് കിട്ടുന്നുണ്ടോ, ആൾക്കാർക്ക് ഇത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ളത് അറിയണം നമുക്ക്. അപ്പൊ അതാണ് ഞാൻ ചോദ്യം ചോദിച്ചത്. എന്താ വെച്ചാൽ ഞാൻ ഇത് കണ്ടിന്യൂ ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ട്രെയിനിങ് നിങ്ങൾക്ക് നൽകുന്നതിൽ തീർച്ചയായിട്ടും ഉപകാരം കിട്ടുന്നുണ്ടോ? അപ്പൊ എനിക്ക് ഫീഡ്ബാക്കുകൾ അറിയാൻ താല്പര്യമുണ്ട്. കാരണം ഒരുപാട് ആൾക്കാർ നല്ല മെസ്സേജുകൾ എനിക്ക് അയക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അവരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്ന സംഗതികളുണ്ട്. ബട്ട് സ്റ്റിൽ ഞാൻ എന്താ വെച്ചാൽ നിങ്ങളോട് എന്താ വെച്ചാൽ ചോദിക്കുകയാണ്, ഈസ് ഇറ്റ് റിയലി യൂസ്ഫുൾ? നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു കഴിഞ്ഞ ഒരാഴ്ചത്തെ ട്രെയിനിങ് ശരിക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയോ? നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ശരിക്കും ചേഞ്ച് ആയോ? ഹൗ വാസ് ദ സെഷൻ? കാരണം ഇത് നോർമലി നമ്മളിങ്ങനെ ക്ലാസ്സുകൾ എടുത്ത് പോകുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു സീരീസ് ഓഫ് ട്രെയിനിങ് ചെയ്തതാണ്. സോ ഹൗ വാസ് ഇറ്റ്? ടെൽ മീ, ഐ വാണ്ട് ടു നോ. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാം, ആർക്കും ഷെയർ ചെയ്യാം. എനിബഡി ക്യാൻ ഷെയർ. തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളുണ്ട് സാറേ. മാറ്റങ്ങളുണ്ട്. ഒരാൾ പറയാ കേട്ടോ. പറഞ്ഞോളൂ ആബിദ, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും നല്ല മാറ്റങ്ങളുണ്ട് സാറേ, എല്ലാം കൊണ്ടും. നമ്മളെ മൈൻഡ് സെറ്റാക്കി വെക്കണേനും നമ്മളെ ബാക്കോട്ട് നയിക്കണ ഒരു നമ്മള് മുന്നോട്ട് തന്നെ നയിച്ചു കൊണ്ടുവരുന്നുണ്ട് സാറ്. തീർച്ചയായിട്ടും ക്ലാസ്സുകൾ ഇനിയും തുടർന്ന് ഒരുപാട് എടുത്തു തരാന് ആരോഗ്യം തരട്ടെ തമ്പുരാന്. നല്ല മാറ്റാണ്. ഇനി FTയിലേക്ക് വരണം, അടുത്ത ബാച്ചിന് ചേരണം എന്നുള്ള നല്ലൊരു ആഗ്രഹം ഉണ്ട്. അത് വിഷ്വൽ ചെയ്ത് വരുന്നുണ്ട്. വെരി ഗുഡ്. താങ്ക് യു സോ മച്ച് ഷെയറിങ്. വളരെ സിൻസിയർ ആയിട്ട് ഷെയർ ചെയ്തത് താങ്ക് യു സോ മച്ച്. പറഞ്ഞോളൂ ഷാഫി സാറേ. യെസ്, പറഞ്ഞോളൂ. ആരാണ്? സാറ് റാഫിയാണ്. ഓക്കെ റാഫി, സാറ് പ്രോഗ്രാം ലൈഫ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോ ഞങ്ങള് കൂടെ ഒരു ബിസിനസ് തുടങ്ങിയിട്ടായിരുന്നു. അപ്പോ അതില് ഒരു പാർട്ട്ണറായിട്ട് കൂടിയതായിരുന്നു. പക്ഷെ സുഹൃത്ത് മറ്റേ ആൾ നമ്മളെ പറ്റിച്ചു പോയി 25 ലക്ഷം രൂപ. അപ്പോ അതിൽ ബ്ലോക്കായി കിടക്കുകയാണ്. ഇപ്പൊ പ്ലാൻ സാർ പറഞ്ഞ പോലെ ഒരുപാട് പ്ലാന് മനസ്സിലുണ്ട് ചെയ്യാനുള്ള. പക്ഷെ ഇപ്പോ അതുകൊണ്ട് തന്നെ ഒരു ട്രോമ ഉള്ളത് കൊണ്ട് തന്നെ അതായത് ഇപ്പോ ആ ഒരു ബ്ലോക്ക് അവിടെ കിടക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇറങ്ങാനൊരു ധൈര്യം ഇല്ല. അതാണ് പ്രശ്നം.
അപ്പോ ഇതിനെന്താ ചെയ്യാൻ പറ്റുക? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ട് എത്ര കാലമായി? പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ സാർ ഇപ്പൊ തുടങ്ങിയ സമയത്ത് ഉണ്ട്. അതിന് നേരത്തെ റഫീഖ് സാറെ കൂടെ സാറുണ്ടായ സമയത്ത് ഉണ്ടായിരുന്നു അവിടെ സാറുടെ നേരത്തെ പ്രോഗ്രാമൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് സാറുടെ മൈൻഡ് മാസ്റ്റർ പ്രോഗ്രാം EFT അറിയാം. EFT പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. EFT പങ്കെടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട സിമ്പിൾ ആണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ടാപ്പിംഗ് ഇപ്പൊ ചെയ്യാറുണ്ടോ? ചെയ്യാറുണ്ട്. അപ്പൊ ആ ബ്ലോക്ക് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ടാപ്പിംഗ് മാറാൻ വേണ്ടി ടാപ്പിംഗ് എടുക്കുക. എനിക്ക് അറിയില്ല നിങ്ങൾക്കത് അന്ന് നിങ്ങൾ ഇതിനു മുൻപ് നിങ്ങൾ EFT ചെയ്ത സമയത്ത്, അതായത് റഫീഖ് സാറുടെ EFT സംഗതികൾ ചെയ്ത സമയത്ത് നിങ്ങൾക്കത് എത്ര കണ്ട് ഇഫക്റ്റീവായിട്ട് ഉപയോഗിക്കാം എന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളുടെ ഇപ്പോഴത്തെ ബാച്ചിൽ നമ്മൾ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ ചെയ്യുന്ന ഒരു രീതി എന്താ വെച്ചാൽ, ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഒരു ഫിയർ ഉണ്ടല്ലോ അല്ലെ, ആ ഫിയർ നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് കളയാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് ടാപ്പ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ടും മോചിതനാവാൻ പറ്റും. അത് പറ്റണം നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് എന്താ വെച്ചാൽ അത് പറ്റാതെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ വെച്ചാൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തിട്ട് ആ ഇമോഷൻസ് പൂർണ്ണമായിട്ടും എടുത്തു കളയണം. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും രൂപ നഷ്ടപ്പെട്ടു. അപ്പം അതിന്റെ ഒരു ഫോർഗിവ്നെസ് നിങ്ങൾക്ക് കൊടുക്കാനുണ്ട്. കാരണം ആളുമായിട്ട് നല്ല പെയിൻ ഉണ്ടാവും അല്ലെ, എത്ര പുറത്തു കൊടുത്താൽ വിട്ട് കളയാൻ കഴിയാത്ത അത്ര പെയിൻ ഉണ്ടാവും. അപ്പൊ അങ്ങനെ പെയിൻ ഉള്ള ഒരാളാണ് നിങ്ങൾ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അത് കളയണം, വിട്ട് കളയണം. അപ്പൊ നിങ്ങൾ പറ്റുമെങ്കിൽ നമ്മളുടെ നാളെ നടക്കുന്ന പ്രോഗ്രാം ഉണ്ടല്ലോ, ബിസിനസ് പ്രോഗ്രാമിലേക്ക് വരും. ബിക്കോസ് നമ്മൾ ഇത്തരത്തിലുള്ള ബിസിനസ്സുകാർക്ക് വരുന്ന ഇത്തരത്തിലുള്ള ട്രോമാസ് നമ്മൾ ഹീൽ ചെയ്യുന്നതിനുള്ള ഒരു സെഷനും കൂടി അവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നാളത്തെ പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? നാളത്തെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ നാളത്തെ പ്രോഗ്രാമിലേക്ക് വരും. നേരിട്ട് നമുക്ക് സംസാരിക്കാം. നേരിട്ട് അവിടെ വന്നിട്ട് എന്താ വെച്ചാൽ സംസാരിക്കുകയും ചെയ്യാം. നാളത്തെ പ്രോഗ്രാമിന് വരാൻ പറ്റുന്നതാണ്. മറ്റൊരു പ്രോഗ്രാം ഉണ്ട് നാളെ ഒരു നോക്കട്ടെ. നിങ്ങൾക്ക് ഈ പറഞ്ഞിരിക്കുന്ന 25 ലക്ഷം തിരിച്ചു പിടിക്കണോ? അത് തീർച്ചയായിട്ടും വേണം. 25 ലക്ഷം പോരല്ലോ. 25 ലക്ഷം പോരല്ലോ. അത് 25 ലക്ഷം വേണം. അതിനപ്പുറത്തേക്ക് തിരിച്ചു പിടിക്കണം അല്ലെ, ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നാളത്തെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അങ്ങ് വരിക. വന്നിട്ട് എന്താ വെച്ചാൽ നല്ല രീതിയിൽ സാർ എന്നിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിന്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു ഇപ്പൊ തുടങ്ങാനുള്ള ഒരു ഭയമാണുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്, വിജയിക്കും എന്നുള്ള ആത്മവിശ്വാസം നന്നായിട്ടുണ്ട്. ആ ഭയമുണ്ടല്ലോ. ആ ഭയം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അതായത് നിങ്ങൾക്ക് എന്താ വെച്ചാൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഇട്ടിട്ട് പറക്കാൻ റെഡിയാണ്. പക്ഷെ എന്താ വെച്ചാൽ അതേ ആള് തന്നെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാണ്, ഈ ബ്ലോക്ക് നിങ്ങളുടെ, അതായത് ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിൽക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? വണ്ടി ഹാൻഡ് ബ്രേക്കിൽ ഇട്ടിട്ട് എന്നിട്ട് എന്താ വെച്ചാൽ ഫസ്റ്റിൽ ഇട്ടിട്ട് വണ്ടി നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഞാൻ ആക്സിലറേറ്റർ കൊടുത്ത് ഞാൻ പറപ്പിച്ചു എന്നൊക്കെ പറയാണ്ട് നിൽക്കുകയാണ്. അത് ശരിയാവില്ല. ആ ഹാൻഡ് ബ്രേക്ക് താഴ്ത്തിയാലേ വണ്ടി പോവുള്ളൂ. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ജസ്റ്റ് കം ടു ദ പ്രോഗ്രാം. വേറെയുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ട, വായു നമുക്കത് പൊട്ടിക്കാം. അത് പൊട്ടിക്കാം. പിന്നെ ഫങ്ഷൻസ്, മറ്റുള്ള സംഗതികൾ, കാര്യങ്ങൾ, അവസരങ്ങൾ നിങ്ങളുടെ മുൻപിലേക്ക് വരുമ്പോൾ, ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നോട് ഇത് സംസാരിക്കാൻ തോന്നിയതും അതേപോലെ തന്നെ ഞാനിപ്പോ ഇതിനു വേണ്ടിയിട്ട് ഈ രൂപത്തിൽ മറുപടി പറയുന്നതും ഒക്കെ നിങ്ങൾക്കുള്ള ഒരു അടയാളമാണ്. എന്ത്? ആ അടയാളത്തിൽ എന്താ വെച്ചാൽ, അതായത് ഒരു എന്താ പറയാ, യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എന്താ വെച്ചാൽ ഒരു ഹെൽപ്പ് തരികയാണ്. ഓക്കെ, ഒരു അവസരം നിങ്ങളുടെ മുൻപിലേക്ക് ഇട്ട് തരികയാണ്. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ആ അടയാളത്തെ വിശ്വസിക്കുക, അത് ട്രസ്റ്റ് ചെയ്യുക. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ, നമ്മുടെ സെഷനിലൊക്കെ പറഞ്ഞതാണ്, ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മുൻപിലേക്ക് യൂണിവേഴ്സ് ഒരു അടയാളം ഇട്ട് തരും, അല്ലെങ്കിൽ ഒരു വഴി തരും, ഒരു സിഗ്നൽ തരും. അപ്പൊ നമുക്ക് തോന്നും ഉള്ളിൽ നിന്ന്, ഞാൻ ഈ പ്രോഗ്രാമിന് പോകാം, ഇതിൽ പോയി കഴിഞ്ഞാൽ, പങ്കെടുത്തു കഴിഞ്ഞാൽ എന്റെ പ്രശ്നങ്ങൾ മാറും എന്ന് തോന്നുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ആ തോന്നൽ ഉള്ളിൽ നിന്ന് വരുമ്പോൾ ഒരു ഇൻറ്റ്യൂഷനാണ്. ആ തോന്നൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രയും പെട്ടെന്ന് ട്രസ്റ്റ് ഓൺ ഇറ്റ്, ആക്ട് ഓൺ ഇറ്റ്. ട്രസ്റ്റ് ചെയ്യുക, എന്നിട്ട് എന്താ ആക്ട് ചെയ്യുക. അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കേണ്ട. യു ജസ്റ്റ് കം ആൻഡ് ആക്ട്. ഓക്കെ, പറഞ്ഞോളൂ ഷിഫിൽ. ഷിഫിൽ എന്താ ഷെയർ ചെയ്യാൻ?
Yeah. ഓക്കെ, ഞാനൊരു കാര്യം പറയാണ്. ഇപ്പോ റാഫിനോട്ട് കാര്യം പറയാണ്. ഇതേപോലെ ഒരുപാട് പ്രോബ്ലംസ് ആയിട്ടാണ് ഞാൻ ഈ ഒരു 5 days 6 days മുമ്പ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നത്. പക്ഷെ അതിന് ഞാൻ ഓരോരോ ഇഷ്യൂ ഞാൻ എന്താ പറയാ ഇന്ന് ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഏകദേശം 25 ലിസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോരോ പ്രോബ്ലംസ് ഞാൻ ഇന്ന് ഹീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് കഴിഞ്ഞാൽ ധൈര്യമായിട്ട് ഞാൻ പറയാം EFP യിലേക്ക് ജോയിൻ ചെയ്യാം. അതുപോലെ സാറിന്റെ ഏത് ക്ലാസ്സിലേക്കും ജോയിൻ ചെയ്യാം. അത്രമാത്രം റിസൾട്ട് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. ഷിഫിൽ എന്താ വെച്ചാല്, ഷിഫിൽ നമ്മുടെ പ്രോഗ്രാമിൽ വന്നത് ഇതിന്റെ ഏറ്റവും പ്രത്യേകത, ഇവരൊക്കെ പറയുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്താ വെച്ചാല്, അത് ഞാൻ പറയുന്നതല്ല, ഇവർ പറയുന്ന വെച്ചാൽ ദ വേ ഐ പ്രസന്റ്, ഞാനത് അവതരിപ്പിക്കുന്ന രീതിയെ കുറിച്ചാണ് ഇവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം അതെനിക്കറിയില്ല, വളരെ നല്ല രീതിയിൽ ഇവർക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്ന രീതിയിലും ഇവർക്ക് കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ട് ഉള്ളിലേക്ക് ഇടിച്ചു കയറുന്ന രൂപത്തിലും, അതിന് വളരെ ലൈറ്റ് ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ പോലും അങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു നമ്മുടെ ഉള്ളിൽ ശരിക്കും ഉള്ളിളകി പോകുന്ന രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു വേ ഓഫ് പ്രസന്റേഷനും ട്രെയിനിങ് മെത്തേഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിസിപ്പൻസ്, ഇപ്പൊ കഴിഞ്ഞ ബാച്ചിലുള്ള പാർട്ടിസിപ്പൻസ് ഒക്കെ പറയുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, വി ക്യാൻ ഡു ഇറ്റ്, നമുക്ക് അതെന്താ വെച്ചാൽ ചെയ്യാം. അപ്പൊ എന്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ വെച്ചാൽ ഇവിടെ വന്നിട്ട് ഞാൻ 4 വർഷമായിട്ട് അയാളുടെ കൈകൾക്ക് പെയിൻ ഉണ്ടായിരുന്നു. അപ്പൊ 4 വർഷമായിട്ട് കൈകൾക്ക് പെയിൻ ഉണ്ടായിട്ട് അദ്ദേഹം വന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ചാല് ഈ പറഞ്ഞിരിക്കുന്ന അലോപ്പതി ഇംഗ്ലീഷ് മെഡിസിൻ കാണിച്ചു, അതേപോലെ തന്നെ ആയുർവേദത്തെ കാണിച്ചു, അതേപോലെ തന്നെ കളരി മർമ്മ ചികിത്സ കാണിച്ചു, അതേപോലെ ഹോമിയോപ്പതി കാണിച്ചു. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ഹോമിയോ ഡോക്ടറും കൂടിയാണ്. 4 വർഷത്തോളമായിട്ട് ഇത് കാണിച്ചിട്ട് ഒരു മാറ്റവും കിട്ടാത്തൊരു സംഗതിയാണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് വന്നിട്ട് ഹീലിംഗ് നമ്മൾ ചെയ്തു. ആ ബ്ലോക്ക്, അത് പുള്ളിയുടെ എന്താ വെച്ചാൽ പുള്ളിയുടെ ഉള്ളിൽ ചെറുപ്പത്തിൽ പുള്ളിയുടെ ഒരു ഫാദർ ഫിഗറിന്റെ ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നതാണ്. അതായത് ഒരു പാരന്റിങ്ങിൽ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടാണ്. അപ്പൊ അത് അദ്ദേഹത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ പിന്നുടനീളം ഒരു പാറ്റേൺ ആയിട്ട് ഡെവലപ്പ് ചെയ്യുകയും കണ്ടിന്യൂസ്ലി ആ ഒരു ഫിയർ വന്ന് പുള്ളിയുടെ മൈൻഡിൽ ലൈഫിൽ എന്ന് വെച്ചാൽ റിസ്ക് എടുക്കാൻ കഴിയില്ല, മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല, 100% കമ്മിറ്റ്മെന്റ് കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ടൊക്കെ ബിസിനസ്സിലൊക്കെ പലപ്പോഴും ഒരു സേഫ് ആയിട്ടുള്ള സോണിൽ നിൽക്കുന്ന ഒരു അവസ്ഥ മാത്രമാണ് ഉണ്ടായിരുന്നത്, അതിനപ്പുറത്തേക്ക് വളരില്ലായിരുന്നു. സോ പുള്ളി എന്നാൽ അതിലേറെ ഏറ്റവും പുള്ളിക്ക് പ്രശ്നം എന്ന് വെച്ചാൽ വണ്ടി പോലും ഓടിക്കാൻ കഴിയാത്ത രൂപത്തിൽ, വാഹനം പോലും ഓടിക്കാൻ കഴിയാത്ത രൂപത്തിൽ അദ്ദേഹത്തിന് എന്താ വെച്ചാൽ കൈകൾക്ക് പെയിന് വരാൻ തുടങ്ങി. അങ്ങനെ സൈക്ക് കേട്ടിട്ടാണ് എന്താ വെച്ചാൽ ഞാനിങ്ങനെ പറഞ്ഞു, എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ചെറിയൊരു സംഗതി ഉണ്ട്, എനിക്ക് താല്പര്യം നമുക്ക് ട്രൈ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ അത് ആള് വന്നിട്ട് ഇവിടെ ഇരുന്ന് കുറച്ച് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ട് എന്താ വെച്ചാൽ ശരിക്കും ഒരു എന്താ പറയാ വിത്തിൻ ഒരു 40 minutes 1 hour മാക്സിമം അതിനുള്ളിൽ പുള്ളിയുടെ കംപ്ലീറ്റ് പെയിനും പോയി. പിറ്റേ ദിവസം 2 ദിവസം ആകെ നീരിളകി. അത് കഴിഞ്ഞതിന് ശേഷം പൂർണ്ണമായിട്ട് ഹീൽ ചെയ്ത് പോയി. അപ്പൊ എന്നോട് പറഞ്ഞതെന്താ വെച്ചാല്, അവൻ പറഞ്ഞൊരു വേർഡ് ഉണ്ട്, എന്താ വെച്ചാൽ ഷാഫി, എന്റെ പേരിന്റെ അർത്ഥം എന്താണെന്ന് അറിയും? ഷാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജസ്റ്റ് ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നതായിരിക്കും. ഞങ്ങൾ ഇടയ്ക്ക് പറഞ്ഞ് ചിരിക്കാറുണ്ട്. ഷാഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹീലർ എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് ഈസ് മൈ നെയിം. എനിക്കറിയില്ല, അതൊരു എന്താ പറയാ, എനിക്കിപ്പോ ഞാൻ ചിന്തിക്കുമ്പോൾ ചില സമയത്ത് ഞാൻ ചിന്തിക്കാറുണ്ട് വെച്ചാൽ ഹീലർ. ഇപ്പൊ എന്നോട് പറഞ്ഞ് നിന്റെ പേരിന്റെ അർത്ഥം ശരിക്കും നിനക്ക് അറിഞ്ഞ് ഇട്ടതാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനിക്കപ്പെട്ടതാണ് ആ ഒരു സംഗതി. നിന്നിൽ ഒരു ഹീലർ ഉണ്ട്. നീ ഉപയോഗിക്കുന്ന വാക്കുകൾ, നീ ഉപയോഗിക്കുന്ന ആ ഒരു സംഗതികൾ, അത് വളരെ കറക്റ്റായിട്ട് കുറിക്ക് കൊള്ളുന്ന രൂപത്തിൽ നിനക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോ അവനോട് പറഞ്ഞു വെച്ചാൽ ദാറ്റ് ഈസ് യു ആൻഡ് യു ക്യാൻ ഡു വണ്ടേഴ്സ് ആൻഡ് നെവർ സ്റ്റോപ്പ് ഡൂയിങ് ദിസ്. നെവർ സ്റ്റോപ്പ് ഡൂയിങ് ഇത്, ഒരിക്കലും നിർത്തരുത്, അല്ലെങ്കിൽ ഇതിലൊരു ഡൗട്ട് ഉണ്ടാവരുത് നിനക്ക്. യു ക്യാൻ ഡു ദിസ്. എനിക്ക് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നിലവിലുള്ള ഇപ്പം ഇതിലുള്ള ആൾക്കാരോടൊക്കെ ഒരുപാട് ആൾക്കാർ ഇപ്പൊ നമ്മുടെ ബാച്ചിൽ വന്ന ആൾക്കാരുണ്ട്. മറ്റുള്ള ആൾക്കാർ ഇവിടെ ഇന്നത്തെ മോർണിംഗിലുണ്ടോ? മോർണിംഗ് സെഷനിൽ ആരെങ്കിലും ഉണ്ട്? ഇസ് ദർ എനിബഡി? ഷിഫിൽ അല്ലാതെ വേറെ ആരെങ്കിലും ഉണ്ട്? ഇസ് ദർ എനിവൺ? വി ഹാവ് വേറെ ആരെങ്കിലും നമ്മളുടെ കോഴ്സിലുള്ള ആരെങ്കിലും ഇതിലുണ്ടോ, നിലവിലുണ്ടോ? അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. കമർജാൻ ഇസ് ദേർ, ഐ നോ. കമർജാൻ, ഇക്ബാൽ, യെസ്. ഇസ് ദർ എനിവൺ who is here? Yes, പറഞ്ഞോളൂ. ഞാൻ മീറ്റപ്പിൽ വന്നതിന് ശേഷമാണ് ട്രാപ്പിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റിയത്. പക്ഷെ ബ്രദറൊക്കെ പറയും ഇതിലൊരു ഇതില്ല, രക്ഷയില്ല, നടാൻ പറ്റൂല. ഇപ്പൊ അവർക്ക് തന്നെ ചെറുങ്ങനെ ബോധിയായിട്ട് വരുന്നു.
കുറെ യെസ് കാര്യങ്ങൾ ടാപ്പ് ചെയ്താൽ ശരിയാവും, അതിനെ കൊണ്ടൊന്നല്ല, മെഡിസിൻ തന്നെ കഴിക്കണോ, അല്ലാതെ എങ്ങനെ ഇതിനെ കൊണ്ട് എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരു പരിഹാസമായി അങ്ങനെ കിട്ടി. അപ്പൊ അതെ അതെ ഞാൻ ഇവിടെ അങ്ങനത്തെ 2-3 അനുഭവം കണ്ടപ്പോ പറയല് കുറച്ച് ചുരുങ്ങി വരുന്നുണ്ട്. അതെ. അപ്പൊ എന്തായാലും റാഫി സാഹിബ് എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾ വരിക, നമുക്ക് അവിടെ നിന്ന് എന്ത് ചെയ്യാം, നമ്മളുടെ ബ്ലോക്കുകൾ നമുക്ക് റിമൂവ് ചെയ്യാം. വി ക്യാൻ ഡു ദിസ് ആൻഡ് ലെറ്റ്സ് ട്രാൻസ്ഫോം യു, ലെറ്റ്സ് ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ. എനിവേ, ഇന്നത്തെ സെഷനിലേക്ക്, ഫൈനൽ സെഷനിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ്. നിങ്ങളായിട്ടൊന്ന് ഇന്ററാക്ട് ചെയ്യണം താല്പര്യം ഉണ്ടായിരുന്നു, അങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിച്ചതാണ്. താങ്ക് യു സോ മച്ച് ഫോർ ഹാവിംഗ് ദിസ് കോൺവെർസേഷൻ. അപ്പൊ നമുക്ക് കിടക്കാം. എനി ക്വസ്റ്റ്യൻസ്? ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? നാളെ നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, ബിസിനസ് പ്രോഗ്രാം ആണ്. ശരിക്ക് ശ്രദ്ധിച്ച് കേൾക്കുക. ബിസിനസ് പ്രോഗ്രാമിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ബിസിനസ് പ്രോഗ്രാം നിങ്ങളുടെ നിലവിൽ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണെങ്കിൽ എന്തായാലും പ്രോഗ്രാമിലേക്ക് വരിക. നിങ്ങളുടെ നിലവിലെ ബിസിനസ്സിലുള്ള ഇഷ്യൂസ് എന്ത് ചെയ്യാം, നമുക്ക് സോൾവ് ചെയ്യാം. നിങ്ങൾ ആസ് എ ബിസിനസ്മാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ട്രോമാസോ ബ്ലോക്കുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് റിമൂവ് ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ബിസിനസ് പ്രോഗ്രാമുകളെ പോലെ അല്ല, ഞാൻ പറഞ്ഞല്ലോ, പേഴ്സണലി നിങ്ങളെ ട്രാൻസ്ഫോം ചെയ്യാനും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ലൈഫ് ബെറ്റർ ആക്കാനും പ്ലസ് നിങ്ങളുടെ കരിയർ ആസ് എ ബിസിനസ് മാൻ നിങ്ങളുടെ ലീഡർഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാനും ടീം മാനേജ്മെന്റ് സ്കിൽ ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ കമ്പനിയിലെ സെയിൽസ് ഇംപ്രൂവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ടെക്നിക്സുകൾ, മെത്തേഡ്സുകൾ, അതേപോലെ തന്നെ നമ്മളുടെ ലൈഫിൽ നമ്മളുടെ പെർഫോമൻസ് ഓവറോൾ ആയിട്ട് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്ന അറിവുകൾ നൽകുന്ന പ്രോഗ്രാമാണ്. ഷെഫിൽ പറയുന്നത് മിസ്സിംഗ് അറ്റ് സൗദിയിലായതുകൊണ്ട് മിസ്സിംഗ് ആണ്. ഇറ്റ്സ് ഓക്കെ, നോ, ഡോണ്ട് വെറി, യു വിൽ. ഞാൻ സൗദിയിലേക്ക് വരുന്നുണ്ട്. ഷെഫിൽ റിയാദിലാണോ ഷെഫിൽ ഉള്ളത്? വേറെ അറിയൂ? അതെ, റിയാദ് അടുത്താണ്. റിയാദ് ഒരു 300 കിലോമീറ്റർ, അൽ കസീം. ഓക്കെ, ശരി, ഞാൻ റിയാദിൽ വരുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് മീറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ മീറ്റ് ചെയ്യാം. അവിടെ നമുക്കൊരു ചെറിയൊരു പ്രോഗ്രാം ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. ഓക്കെ. സോ എനിവേ, നിങ്ങൾക്ക് സുഹൃത്തുക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ നമുക്ക് അത് ഡിസ്കസ് ചെയ്തിട്ട് പോസിബിൾ ആക്കി എടുക്കാം. എനിവേ, പറഞ്ഞോളൂ അനിത മാം, പറഞ്ഞോളൂ, എന്താണ് ഷെയർ ചെയ്യാനുള്ളത്? ഹലോ മാം. ഹലോ സാർ, ഞാൻ അനിത, പാലക്കാട് നിന്നാണ്. കേൾക്കുന്നുണ്ടോ സാർ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഞാൻ EFT ഒക്ടോബറിലൊക്കെ ചെയ്ത 2023 ചെയ്തതാണ്. പക്ഷെ എനിക്ക് മോളും ഞാനും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. മോൾക്കാണ് ഒരുപാട് ട്രോമ ഉണ്ടായിരുന്നത്. പക്ഷെ എനിക്ക് അപ്പൊ ഒന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു, ഞാൻ നേരത്തെ ചെയ്തിരുന്നു, ടാപ്പ് ചെയ്യാറുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് മെഡിറ്റേഷൻ ചെയ്ത സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ തളർന്നു വീണു. എന്താ സംഭവിച്ചത് എനിക്കറിയില്ല. മെഡിറ്റേഷൻ സമയത്ത് പെട്ടെന്ന് ഞാൻ അങ്ങനെ തളർന്ന് ഒന്നുമില്ലാതെ, പിന്നെ സാറിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ബെഡിൽ നിന്ന് എണീക്കുന്നത് തന്നെ. എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയുന്നില്ല. ആകെ ഒരു കണ്ടീഷൻ. ഞാൻ ചെയ്യാറുണ്ട് മെഡിറ്റേഷൻ. ഇന്ന് സാറിന്റെ ക്ലാസ്സിൽ, ഇന്നത്തെ മെഡിറ്റേഷനിൽ എനിക്ക് ആകെ ഒരു ഒന്നുമില്ലാതെ എങ്ങനെ വയർത്ത് വെള്ളം ഒക്കെ ആവില്ല, അങ്ങനെ ആയിക്കോണ്ടിരിക്കുന്നു. അതൊന്ന് പറയണമെന്ന് അതുകൊണ്ടാണ് സാറ്. ഓക്കെ, ഞാനത് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ്. നിങ്ങൾ ഇതിനു മുൻപ് നമ്മുടെ മെഡിറ്റേഷനിൽ ഇരിക്കാറുണ്ടോ? ഞാൻ കുറെ മാസം, 1 മാസത്തോളം അപ്പുറമായിട്ടാണ് ഇരിക്കുന്നുണ്ട്. ഡെയിലി ഇരിക്കുന്നുണ്ട്. ഞാൻ ഇതിന് മുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യാറുണ്ട്. പക്ഷെ ഇന്നത്തെ മെഡിറ്റേഷനിൽ എന്തോ എനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു തളർച്ച പോലെ വന്നു. എന്തെങ്കിലും വേർഡുകൾ നിങ്ങളുടെ മൈൻഡിലേക്ക് നിങ്ങൾ ടാപ്പ് ചെയ്തിരുന്നു ആ സമയത്ത്, മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത്? ഇന്നത്തെ മെഡിറ്റേഷൻ ടാപ്പ് ചെയ്തില്ല. ഫോർഗിവ്നെസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ലോ സാറ്. ആ ഫോർഗിവ്നെസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞ് നമ്മൾ ഓരോരുത്തർ ഹഗ് ചെയ്തിട്ട് പറയാൻ പറഞ്ഞില്ലേ? അങ്ങനെ ഹഗ് പറഞ്ഞ മോൾക്കൊരു റിലേഷൻഷിപ്പ് ബ്ലോക്ക് ഉണ്ട്. മോളുടെ മാരേജ് കഴിഞ്ഞതാണ്. മോളും ഹസ്ബൻഡും കൂടി കുറച്ച് ട്രബിൾ ആയിട്ട് ഇരിക്കുന്ന സമയമാണ്. ഒരു 1 ഇയർ ആയി. പക്ഷെ അത് എന്തോ ശരിയാവുന്നില്ല. അവര് തമ്മിലുള്ള ചെറിയ ചെറിയ ഇഷ്യൂ ആണ്. പക്ഷെ അത് ശരിയാവുന്നില്ല. അപ്പൊ മോനെ പറഞ്ഞപ്പോ മോനെ ഹഗ് ചെയ്തിട്ട് എപ്പോഴും ഫോർഗിവ്നെസ് കൊടുക്കാറുണ്ട്, ഡെയിലി കൊടുക്കാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞതും ഹസ്ബൻഡിനോട് ചെയ്യാൻ പറഞ്ഞു. ഹസ്ബൻഡിനെ ചെയ്ത് കുറച്ച് കഴിഞ്ഞ് ഞാൻ അങ്ങനെ, പിന്നെ എനിക്ക് സാർ പറഞ്ഞത് ഒന്നും ഓർമ്മയില്ല, കേട്ടില്ല, ഞാൻ ഒന്നും കേട്ടില്ല. ഞാൻ ഇരുന്ന ബെഡിലായിരുന്നു ഇരുന്നിട്ടുണ്ട്. അങ്ങനെ ബെഡിലേക്ക് അങ്ങനെ വീണു. പിന്നെ കുറെ നേരം കഴിഞ്ഞിട്ട് ഒരു സാറിന്റെ ക്ലാസ് തുടങ്ങിയ ശേഷമാണ് ഞാൻ എണീറ്റ് വന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വറീഡ് ആവേണ്ട ആവശ്യമില്ല. ഇറ്റ്സ് പാർട്ട് ഓഫ് ദ ഹീലിംഗ് നടക്കുന്ന സമയത്ത്, ടോക്സിസിറ്റി ഇളകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾക്കത് റിസൾട്ട് ലഭിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചാലഞ്ചസ് നമുക്കുണ്ടാകും. ടാപ്പിംഗിൽ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുക, ഈ ഫൊർഗീവ്നെസിന്റെ കാര്യത്തിലൊക്കെ വരുമ്പോൾ പല രീതിയിലുള്ള എക്സ്പീരിയൻസുകൾ ഉണ്ടാവും. അതിൽ ഫിയർ വേണ്ട. EFT നിങ്ങൾ പഠിച്ച ഒരാളാണ്. യു ആർ ഹീലിംഗ്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. ഓക്കെ, യു ആർ ഹീലിംഗ് ബിക്കോസ് വിച്ച് ഈസ് വർക്കിംഗ്. കേട്ടോ? ഓക്കെ, വറീഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല. താങ്ക് യു സോ മച്ച്.
അപ്പോ ഇന്നത്തെ സെഷനിലേക്ക് എന്ന് വെച്ചാൽ ഡെവലപ്പ് യുവർ അബണ്ടന്റ് മൈൻഡ് സെറ്റ്, അല്ലെ? നമ്മളുടെ അബണ്ടന്റ് മൈൻഡ് സെറ്റ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കുക. അപ്പോ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക് നമ്മുടെ ഇന്നത്തെ സെഷനിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് എന്താണ് ഈ അബണ്ടന്റ് മൈൻഡ് സെറ്റ്. അബണ്ടന്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അബണ്ടന്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ ഇവിടെ നമുക്ക് വേണ്ടതെല്ലാം ഉണ്ട് എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ഉള്ളിലുണ്ടാവും. ബട്ട് വി നീഡ് ഈസ് ലൈക്ക് നിങ്ങൾക്ക് വേണ്ട കസ്റ്റമേഴ്സ്, നിങ്ങൾക്ക് വേണ്ട ടീം മെമ്പേഴ്സ്, നിങ്ങൾക്ക് വേണ്ട ലൈക്ക് സപ്പോർട്ടേഴ്സ്, നിങ്ങൾക്ക് വേണ്ട അവസരങ്ങൾ, നിങ്ങൾക്ക് വേണ്ട അറിവ്, നിങ്ങൾക്ക് വേണ്ട സമ്പത്ത്, പണം എല്ലാം എന്തുണ്ട് ഇവിടെ ഓൾറെഡി വന്ന് അവൈലബിൾ ആയി കിടക്കുന്നുണ്ട്. ഞാൻ ഇന്നലെ നമ്മുടെ FT ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു എക്സാമ്പിൾ ഉണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക് സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമാണെന്ന് വെച്ചാൽ, നിങ്ങളൊരു റൂമിലേക്ക് കയറുകയാണ്, ഒരു ഹാളിലേക്ക് പ്രവേശിക്കുകയാണ്. പക്ഷെ അവിടെ വെളിച്ചമില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും, അല്ലെങ്കിൽ അവിടെ ഇരുട്ടാണെന്നുള്ളതിന് അർത്ഥം എന്താണ്? അവിടെ ഇരുട്ടായിട്ടാണ് നിൽക്കുന്നത്. അതിനർത്ഥം നമ്മൾ നോർമലി പറയുന്നതാണ് വെളിച്ചമില്ല എന്ന് പറയും, അല്ലേ? യെസ് ഓർ നോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. യെസ് ഓർ നോ? ജസ്റ്റ് ബി ഹിയർ, കം ബാക്ക്, കം ടു ദ പ്രോഗ്രാം, ബി ഹിയർ. 100% ഇവിടെ തന്നെ ഉണ്ടോ? നിങ്ങൾ ഇവിടെ തന്നെയാണോ? ഓക്കെ, സോ ബി ഹിയർ. സോ നമുക്ക് എന്താ വെച്ചാൽ, ഞാൻ ചോദിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ഇതിനർത്ഥം എന്താ വെച്ചാൽ ഇരുട്ടാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ എന്താ ഉണ്ടാവുക? നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഓക്കെ, അവിടെ വെളിച്ചമില്ല. പക്ഷെ ആക്ച്വലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഇലക്ട്രിസിറ്റിയിൽ വെളിച്ചത്തിന് വേണ്ട വൈദ്യുതി അവിടെ വന്ന് കിടക്കുന്നുണ്ട്, വെളിച്ചം അവിടെ വന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ സ്വിച്ച് ഇടണം എന്നുള്ളത് മാത്രമാണ്. മനസ്സിലാവുന്നുണ്ടോ? സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് റൂമിൽ ഇരുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം അവിടെ വെളിച്ചമില്ല എന്നുള്ളതല്ല. അപ്പൊ നമുക്ക് കാണുന്നില്ല എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇല്ല എന്നൊരിക്കലും ചിന്തിക്കും. നിങ്ങൾക്ക് വേണ്ട എല്ലാ അബണ്ടൻസും, എല്ലാ സമ്പത്തും സംഗതികളും എല്ലാം ഈ ലോകത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ രണ്ട് രീതിയിലാണ് മനസ്സിലാക്കേണ്ടത്. ഒന്ന്, ഈ പ്രപഞ്ചം അബണ്ടന്റ് ആണ്. ഈ പ്രപഞ്ചം എത്രത്തോളം അബണ്ടന്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രപഞ്ചത്തിലെ ഓരോ കണികയിലും ഓരോന്നിലും അതിൻ്റെതായിട്ടുള്ള ഒരു അബണ്ടൻസ് സ്വഭാവം അതിനുണ്ട്. അതായത് ഒരു ചെറിയൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങളുടെ ബീജത്തുള്ളിയിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളിൽ ലക്ഷക്കണക്കിന്, മനസ്സിലാവുന്നുണ്ട്, ഒരു പുരുഷന്റെ ബീജത്തുള്ളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ലക്ഷക്കണക്കിന് ഒരു സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സാധ്യത അതിലുണ്ട്. നിങ്ങളുടെ അണ്ടത്തിലാണെങ്കിലും സ്ത്രീയുടെ അണ്ടത്തിലാണെങ്കിലും പുരുഷന്റെ ബീജത്തിലാണെങ്കിലും ഒരു വലിയ സമൂഹത്തെ സൃഷ്ടിക്കാനുള്ള സാധ്യത അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. യെസ് ഓർ നോ? മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ എത്ര കണ്ട് നമ്മൾ അബണ്ടന്റ്, എത്ര കണ്ട് നമ്മൾ. അതേപോലെ തന്നെ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു വൃക്ഷത്തിന്റെ ഒരു വിത്ത് എടുക്കുകയാണെങ്കിൽ, അത് ഇത്ര പോകുന്ന ഒരു ചെറിയ വിത്താണെങ്കിൽ പോലും ആ വിത്തിൽ ഒരു അരിമണിയിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്ത്? കോടിക്കണക്കിന് അരിമണികൾ, അല്ലെങ്കിൽ ടൺ കണക്കിന് അരിമണികൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സാധ്യത അതിൽ ഒളിച്ചു. അതിനെ പറയാ സൂക്ഷ്മാവസ്ഥ എന്ന് പറയും. സൂക്ഷ്മാവസ്ഥയിൽ നമ്മൾ എന്ത് വെച്ചാലും ഭയങ്കര അബണ്ടന്റ് ആണ് ഈ ലോകത്തിന്റെ എല്ലാം. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റും. അതിനർത്ഥം എന്താ വെച്ചാൽ നിങ്ങളിലും അത്രയ്ക്കും അബണ്ടൻസ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഈ ലോകത്ത് ഇവിടെ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ആരാ? ആടോ കോഴിയോ പോത്തോ ആണോ? അല്ല, മനുഷ്യനാണ്, അല്ലെ? ഈ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ച് ഒരു മനുഷ്യന്റെ ചിന്തകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് വലിയ സാധ്യതകൾ. എത്രത്തോളം വലിയ സാധ്യതകളാണ്! നമ്മളെപ്പോലെ കണ്ണും കൈയും മൂക്കും കാലും ഉള്ള, ഒരേപോലെ ചിന്തിക്കുന്ന, ഒരേപോലെയുള്ള ഈ പറഞ്ഞിരിക്കുന്ന ഇതേപോലെ ശരീരമുള്ള വ്യക്തികൾ തന്നെയാണ് 1 കിലോമീറ്ററിടത്തോളം നീളം വരുന്ന, മനസ്സിലാവുന്നുണ്ടോ, വലിയ ബിൽഡിങ്ങുകൾ പണിയുന്നത്. 110ഓളം നിലകളുള്ള ബുർജ് ഖലീഫ ബിൽഡ് ചെയ്യുന്നത്.
വലിയ പാലങ്ങൾ പണിതത്, വിമാനം കണ്ടുപിടിച്ചത്, നടന്നു പോയിരുന്ന മനുഷ്യൻ വാഹനത്തിലേക്ക് മാറിയത്, അതിൽ നിന്ന് പിന്നീട് പറക്കാൻ പഠിച്ചത്, ഒരാശയത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു ചിന്തയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് സാധ്യത. ഒരു ചിന്ത, വെറും ഒരു ചിന്ത, ഒരു ഭാരമില്ലാത്ത വെറും ഒരു തരംഗത്തിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണെന്ന് വെച്ചാല് ഒരു വലിയ സാധ്യത. അബണ്ടന്റ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാല് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറമാണ് ഈ യൂണിവേഴ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന രഹസ്യങ്ങൾ, സാധ്യതകൾ. അബണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധി എന്ന് പറയും. എന്താണ് അബണ്ടൻസ്? സമ്പൽ സമൃദ്ധി, സാധ്യത. നമ്മളുടെയൊക്കെ പ്രോബ്ലം എന്താ വെച്ചാല് നമ്മളുടെ മൈൻഡിൽ നമ്മൾ എന്താ വെച്ചാല് എന്നെ കൊണ്ട് പറ്റില്ല, എന്നെ കൊണ്ട് നടക്കില്ല, എനിക്കത് സാധിക്കില്ല എന്ന രീതിയിലുള്ള ഒരു തിങ്കിങ് ആണ്. എനിക്ക് ബിസിനസ് ചെയ്യാൻ കഴിയില്ല, എനിക്കതിനുള്ള അറിവില്ല, അല്ലെങ്കിൽ എനിക്കതിനുള്ള പണമില്ല, എനിക്ക് ഇപ്പൊ എത്രയോ ആൾക്കാർ നമ്മുടെ പ്രോഗ്രാമിലുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാം, നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഈ പ്രോഗ്രാമിലേക്ക് പോകണം, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ്, അതിൽ പഠിക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഞാൻ അതിലേക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, പ്രോഗ്രാമിൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആകും എന്നറിയാം. എങ്കിൽ പോലും എന്തോ ഒരു ഇല്ലായ്മ, എന്തോ ഒരു നെഗറ്റീവ് തിങ്കിങ്, എന്തോ ഒരു സെൽഫ് ഡൗട്ട്, എന്തോ ഒരു സംഗതി ഉണ്ട്, എനിക്ക് അതിലേക്ക് എത്താൻ എൻ്റെ കയ്യിൽ പണമില്ല, അല്ലെങ്കിൽ സമയം, ഒരു ഇല്ലായ്മയിലേക്ക് ചിന്തിച്ചു പോകുന്നു. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ആ ചിന്ത ദാറ്റ് ഈസ് എഗെയിൻസ്റ്റ് എന്താണ്? സാധ്യതയിലേക്കുള്ള വഴി നിങ്ങൾ തടഞ്ഞു വെക്കുകയാണ്. Just get on. Trust the process. ഡെവലപ്പ് ചെയ്യേണ്ട മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ട്രസ്റ്റ് ആണ്. You know what is trust gives you? ട്രസ്റ്റ് നിങ്ങൾക്ക് എന്താ തരുന്നറിയോ? ട്രസ്റ്റ് നിങ്ങൾക്ക് തരുന്നത് സ്പീഡ്. എന്താണ്? സ്പീഡ് നൽകും. അബണ്ടൻസ് നിങ്ങൾക്ക്, സമ്പൽ സമൃദ്ധിയും റിസൾട്ടും നിങ്ങൾക്ക് കൂടുതൽ വേഗത്തിൽ ലഭിക്കണോ? ശരിക്കും മനസ്സിലാക്കുക. നമ്മൾ വിശ്വാസത്തെ കുറിച്ച് ഇന്നുവരെ ചിന്തിക്കാത്ത സാധനം ഞാൻ പറയുന്നത്. ട്രസ്റ്റ് ഈസ് ഈക്വൽ ടു സ്പീഡ്. വേഗത കൂട്ടും. ലൈഫ് ചേഞ്ച് ചെയ്യണോ? യു ഹാവ് ടു ട്രസ്റ്റ്. ട്രസ്റ്റ് ആണ് അബണ്ടന്റ് മൈൻഡ് സെറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിറ്റി എന്ന് പറയുന്നത്. ഈ ട്രസ്റ്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുമ്പോൾ വേഗത കൂടുന്നു. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയുമെന്ന് ട്രസ്റ്റ് ചെയ്യുക, നിങ്ങളിൽ ട്രസ്റ്റ് ചെയ്യുക. ഈ പ്രോഗ്രാം എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ട്രസ്റ്റ് ചെയ്യുക, ഈ ട്രെയിനിങ് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ട്രസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന വ്യക്തി എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ട്രസ്റ്റ് ചെയ്യുക, എന്നെ പാർട്ണർഷിപ്പിൽ ബിസിനസ് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ട്രസ്റ്റ് ചെയ്യുക. ഐ ക്യാൻ ഡു ദിസ് എന്ന് ട്രസ്റ്റ് ചെയ്യുക, എനിക്കിത് ചെയ്യാൻ കഴിയുമെന്ന്. ആ ട്രസ്റ്റിലാണ് വേഗത കൂടുന്നത്. ട്രസ്റ്റ് ഇല്ലായ്മയാണെന്ന് വെച്ചാൽ അബണ്ടൻസിനെതിരെ പ്രവർത്തിക്കും. അപ്പൊ ട്രസ്റ്റ് നിങ്ങൾ കൊടുത്തു നോക്കൂ, നിങ്ങളിലേക്ക് പെട്ടെന്ന് റിസൾട്ട് ലഭിക്കും. ട്രസ്റ്റ് ഓൺ ഇറ്റ് ആൻഡ് ആക്ട് ഓൺ ഇറ്റ് എന്ന് പറയും. ഒരു ഐഡിയ വന്നു, ഒരു ആശയം വന്നു, ഒരു അടയാളം വന്നു, ഒരു സിഗ്നൽ വന്നു, ഒരു യൂണിവേഴ്സ് ഒരു സിഗ്നൽ തന്നു കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു തോന്നൽ തന്നു കഴിഞ്ഞു, ഐ ഷുഡ് ഡു ദിസ് എന്ന് പറയുമ്പോൾ ഒരു ഫീലിംഗ് തരികയാണ്, ഇത് ഞാൻ ചെയ്യണം, അല്ലെങ്കിൽ അത് നല്ലതാണ്, അത് കൊള്ളാം, അത് നമുക്കൊരു തോന്നലുള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ യു ഗോ ബിഹൈൻഡ് ഇറ്റ്. ഗോ ബിഹൈൻഡ് ഇറ്റ്. നെവർ ഡൗട്ട് യുവർ സെൽഫ്. സംശയിക്കരുത്. Go behind, explore, try to understand. അതിന്റെ പുറകെ പോയിട്ട് അതിലേക്കൊന്ന് ട്രസ്റ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നാളത്തെ പ്രോഗ്രാമിലേക്ക് എന്താ വെച്ചാൽ, യു ട്രസ്റ്റ് ആൻഡ് കം, ലെറ്റ്സ് വർക്ക് ഓൺ ഇറ്റ്. നമുക്ക് വർക്ക് ചെയ്യാം. ഏറിപ്പോയാൽ നിങ്ങൾക്ക് എന്താ സംഭവിക്കുക? ഒരു 4,500 rupees നിങ്ങൾക്ക് നഷ്ടമാവും. അത് നിങ്ങൾക്ക് നഷ്ടമായി എന്ന് തോന്നുകയാണെങ്കിൽ 100% ഗ്യാരണ്ടീഡ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യാൻ തിരിച്ചു തരാം. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. പക്ഷെ എനിക്ക് നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഐ വാണ്ട് യു ടു പുട്ട് എ ട്രസ്റ്റ് ഇൻ യുവർ ലൈഫ്. ആ ലൈഫ്, നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് എത്ര കാലമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്? ലൈക്ക് എത്ര കാലമായിടും
എന്റെ ചോദ്യം അതാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എത്ര കാലമായി ഞാൻ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ ഇതിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. എനിക്ക് മാറ്റം ഉണ്ടായേ പറ്റൂ, മാറിയേ പറ്റൂ, ചേഞ്ച് ചെയ്തേ പറ്റൂ, ഞാൻ ചിന്തിച്ചേ പറ്റൂ എന്ന് ചിന്തിക്കുന്നു. ഇത്ര കാലമായി സ്വപ്നങ്ങൾ കൊണ്ട് നടക്കുന്നു, ആഗ്രഹങ്ങൾ കൊണ്ട് നടക്കുന്നു, ഒരു ചേഞ്ച് എന്തുകൊണ്ട് വരുന്നില്ല? വൈ ഇറ്റ് ഈസ് നോട്ട് ഹാപ്പനിങ്? യു നീഡ് എ ചേഞ്ച്. യെസ് ഓർ നോ? ചേഞ്ച് ആവണ്ടേ? വേണം. അവിടെ ഇരിക്കല്ലേ, പേടിക്കല്ലേ, ഇറങ്ങ്, പുറത്തിറങ്ങ്. ആ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങ്, ആ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങ്, ആ ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങ്. ഡു സംതിങ് ഡിഫറെന്റ്. ഇതുവരെ ചെയ്ത കാര്യങ്ങൾ, ഇതുവരെ ചിന്തിച്ച പോലെ, ഇതുവരെ പോയതുപോലെ പോകല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന മോർണിംഗ് ക്ലാസ്സും കാര്യങ്ങളും സംഗതികളുമായിട്ട് തന്നെ, അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രമായിട്ട് തന്നെ എത്ര കാലമായി പോകുന്നു. എന്നിട്ട് എന്താ പവർഫുൾ ആയിട്ടുള്ള ചേഞ്ച് നടക്കുന്നത്? ബിക്കോസ് യു ഹാവ് ടു ഡു സംതിങ് ഡിഫറെന്റ്. അത് ചെയ്തേ പറ്റൂ, വേറെ വഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു ഐൻസ്റ്റൈൻ പറഞ്ഞിട്ടുള്ള, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള, ശാസ്ത്രജ്ഞനായിട്ടുള്ള, ബുദ്ധിമാനായിട്ടുള്ള വ്യക്തി പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്: ഒരേ കാര്യം നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, വ്യത്യസ്തമായ റിസൾട്ട് പ്രതീക്ഷിക്കുക. അതിനെ പറയുന്ന പേരാണ് വിഡ്ഢിത്തം എന്ന്. ഡു സംതിങ് ഡിഫറെന്റ്, ഗെറ്റ് ഔട്ട്. പുറത്ത് കടക്ക്, പുറത്തിറങ്ങിയിട്ട് എന്താ വെച്ചാല് ഡു സംതിങ് ഡിഫറെന്റ്. ഇതുപോലെ ഇരുന്നതുപോലെ ഇരിക്കല്ലേ, ചിന്തിച്ചിരിക്കല്ലേ, ആലോചിച്ചിരിക്കല്ലേ, പ്ലാൻ ചെയ്തിരിക്കല്ലേ. ഗെറ്റ് ഔട്ട്, ഗോ ടു ദ അബണ്ടൻസ്, ലിസൺ ടു ദ പോസിബിലിറ്റിയിലേക്ക്. നിങ്ങളുടെ ഉള്ളിലുള്ള തോന്നലില്ലേ, അതിനെ വിശ്വസിക്കടോ. 2011 എനിക്കിങ്ങനെ ഒരു തോന്നലിനൊരു അവസരം വന്നു. എനിക്ക് വന്ന തോന്നലിന്റെ അവസരം എന്താന്ന് പറയും, ഡോക്ടർ പി വിജയൻ സാർ ഒരു പ്രോഗ്രാം, ഞാനിങ്ങനെ എനിക്കൊരു ഐഡിയ ഇല്ലാതെ നടക്കുക. ഞാൻ പല ആദ്യം ഞാൻ എന്താ വെച്ചാൽ എൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ഒരു കോൾ സെന്റർ എക്സിക്യൂട്ടീവ് ആയിട്ടാണ് ഫസ്റ്റ്. കാരണം എൻ്റെ പഠനങ്ങളോ കാര്യങ്ങളോ എനിക്ക് പ്രോപ്പറായിട്ട് ചെറുപ്പം മുതലേ പഠിക്കണം, എന്തെങ്കിലുമൊക്കെ ലൈഫിൽ ആവണം എന്ന് ആഗ്രഹിച്ചിട്ടുള്ള, കാരണം ഒരുപാട് ട്രോമ ഉള്ളത് കൊണ്ട്, ചെറുപ്പത്തിൽ നല്ല ട്രോമ കിട്ടിയതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുൻപിലൊക്കെ ഒന്ന് വിജയിച്ച് കാണിക്കണം, അതിൽ ആത്മാർത്ഥമായ ഒരു ആഗ്രഹം വന്നിരുന്നു. ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവണം. കാരണം ട്രോമ കൊണ്ടും, ഒരു സൈഡിൽ ട്രോമ കൊണ്ട്, മറ്റൊരു സൈഡിൽ എന്ന് പറയുന്നത് ഒരുപാട് നല്ല കഥകൾ വായിക്കുമായിരുന്നു, അപ്പൊ സ്വപ്നം കാണുമായിരുന്നു ഞാൻ. അപ്പൊ അങ്ങനെ ഇൻസ്പിറേഷണൽ സ്റ്റോറീസ് പോലുള്ള നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന കഥകൾ വായിച്ചിട്ട്, ആ കഥകളിലുള്ള അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് സ്വപ്നം കാണുന്നു. അപ്പൊ ചെറുപ്പം മുതലേ എന്താ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവണം. ഐ വാണ്ട് ടു ബിക്കം സംവൺ, ഐ വാണ്ട് ടു ഡു സംതിങ് സ്പെഷ്യൽ. നല്ല എന്തെങ്കിലും ഒരു നല്ലൊരു ജോലി, നല്ലൊരു വരുമാനം, നല്ലൊരു ജീവിതത്തിൽ നല്ല നിലയിലെത്തണം, തൊഴിലൊക്കെ ചെയ്തിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ആഗ്രഹിച്ച സ്വപ്നം കണ്ടിരുന്ന ഒരാളാണ്. പക്ഷെ പിന്നീട് എന്ന് വെച്ചാൽ ജീവിത ചില സാഹചര്യങ്ങൾ മൂലം അവസാനം എന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് പഠനവും സംഗതികളോ നടക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പം ഫസ്റ്റ് ജോബ് ഞാൻ കിട്ടിയിട്ട് പോയി. അങ്ങനെ ഞാൻ ഫസ്റ്റ് ജോബ് കിട്ടിയിട്ട് ഞാൻ കൊച്ചിയിൽ പോകുന്ന സമയത്ത് ആ ജോലി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അത് വർക്കൗട്ട് ആയാലും ഒരു 7 മാസത്തിന് ശേഷം ഞാൻ അത് ക്വിറ്റ് ചെയ്തു. വേറൊരു ഇംഗ്ലീഷ് പ്രൊജക്റ്റിൽ ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഞാൻ തിരിച്ച് ക്വിറ്റ് ചെയ്തു, നാട്ടിൽ വന്നു. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. അപ്പൊ എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ ചോദിച്ച ചോദ്യമായിരുന്നു, ഞാൻ ആരാണ്, എനിക്ക് പറ്റിയ ജോലി എന്താണ്, അല്ലെങ്കിൽ ഹു ആം ഐ, വാട്ട് ഷുഡ് ഐ ഡു. അങ്ങനെ പല സംഗതികളൊക്കെ ചെയ്ത് ഒരു ബിസിനസ്സും സ്റ്റാർട്ട് ചെയ്തു. അതൊക്കെ പൊട്ടിപ്പോയി, ഒരുപാട് കടങ്ങളൊക്കെ കയറി ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ എന്ത് ചെയ്യും, എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പോകുന്നുണ്ട്, തിരിച്ചു വരുമ്പോൾ വിഷമമാണ്, ലൈക്ക് ഒരു ആൻസർ കിട്ടാതെ കുടുങ്ങി കിടക്കുകയാണ്. അപ്പൊ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പരസ്യം കാണുന്ന വെച്ചാൽ ഡു യു വാണ്ട് ടു ബിക്കം എ പ്രൊഫഷണൽ ട്രെയിനർ. അപ്പൊ ഇതിങ്ങോട്ട് കണ്ടപ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ഉള്ളിലേക്ക് ഒരു ഫീലിംഗ് വരികയാണ്, ഇതാണ് ഞാൻ തേടി നടന്നത്, ഇതാണ് ഐ ഷുഡ് ഡു ദിസ്, ഇത് ഞാൻ ചെയ്യണം, ഇങ്ങനെ ഒരു അവസരമുണ്ട് എന്നുള്ളത് അറിഞ്ഞിട്ട്. പക്ഷേ ഞാൻ ഫോൺ വിളിച്ച് ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞു, 1,12,000 രൂപ വരും, ഇതിന്റെ കോഴ്സ് ചെയ്യണം, നിങ്ങൾക്ക് ഇത് ആവണമെന്നുണ്ടെങ്കിൽ, ട്രെയിനിങ് ചെയ്യണമെന്നുണ്ടെങ്കിൽ. 2011 ഇത് കേൾക്കുന്നത്. എനിക്ക് അന്ന് ആകെ 23 വയസ്സുള്ളൂ. അപ്പം 22 അന്ന് തന്നെ എനിക്ക് 2 ലക്ഷത്തിന് മുകളിൽ കടമുണ്ട്. അപ്പം ആ ഒരു പ്രായത്തിൽ അത്രയും സംഗതികൾ ഉണ്ടാവുക എന്ന് പറയുന്നത് നടക്കില്ല, ഭയങ്കര പ്രയാസം, ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണ്. അപ്പൊ ഞാനിങ്ങനെ സ്വപ്നങ്ങളൊക്കെ തകർന്ന് ഇങ്ങനെ പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കാം. പക്ഷെ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയും, ഒരു തോന്നൽ പറയും, എനിക്കിത് ചെയ്യണം. അപ്പൊ എന്നോട് ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട്, ഒരു ഫുൾ ഡേ ഇവന്റ്. അപ്പൊ അതിലേക്ക്
അതിന് ഫീ വരുന്നുണ്ട്, ചെറിയ ഫീസ് ഉള്ളൂ, 1500 രൂപയോ അങ്ങോട്ട്, 1000 രൂപയോ 1500 രൂപയോ അങ്ങോട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അന്ന് എനിക്ക് അതുപോലും എൻ്റെ കയ്യിൽ എടുക്കാനില്ല. 2011 അവസ്ഥയാണെന്ന് വെച്ചാൽ എനിക്ക് 2200 രൂപ മാത്രമാണ് എൻ്റെ കയ്യിലുള്ളത്. എന്നാൽ തന്നെ എനിക്ക് റെന്റ് കൊടുക്കണം, എനിക്ക് വേറെയുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും ഒരു എമൗണ്ട് മാത്രം കയ്യിലുള്ള കടങ്ങളുള്ള ഒരവസ്ഥയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ വെറും 2200 രൂപ മാത്രമാണ് ആകെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാഷ്. ഈ ക്യാഷുമായിട്ട് ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഞാൻ കൊച്ചിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടേക്ക് പോകണമെങ്കിൽ എനിക്ക് ചിലവുണ്ട്, ഭക്ഷണം കഴിക്കാൻ ചിലവുണ്ട്, ആ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ആ പ്രോഗ്രാമിന് ഞാൻ ഇത്രയും പേയ്മെന്റ് കൊടുക്കണം. എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക? എൻ്റെ അടുത്ത് ഒന്നുമില്ല. അപ്പൊ ഞാൻ എൻ്റെ സുഹൃത്തിനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പ്രോഗ്രാമിന് ഞാൻ പോയാലെന്ന് ചോദിച്ചാൽ, നിനക്ക് വട്ടാണോ? ആദ്യത്തെ മറുപടി അതായിരുന്നു, നിനക്ക് വട്ടാണോ? നിന്റെ കയ്യിൽ അല്ലെങ്കിൽ ക്യാഷിൽ എൻ്റെ എല്ലാ ക്യാഷും കൂടി കളയാൻ പോവാണോ? പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ വീട്ടിലേക്ക് വന്ന ഒരു ഓഗസ്റ്റ് മാസമായിരുന്നു, നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു, ഒരു ശനിയാഴ്ചയായിരുന്നു, പിറ്റേ ദിവസം ഞായറാഴ്ചയാണ് പ്രോഗ്രാം നടത്തുന്നത്. അപ്പൊ ഞാൻ അവിടെ നിൽക്കുമ്പോൾ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ ബെഡിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് ഞാൻ എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് എനിക്കിത് നിൽക്കാൻ പറ്റുന്നില്ല. പോവാ എന്നുള്ള തോന്നൽ ഇങ്ങനെ വരുന്നില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് ആ കാര്യം ഇങ്ങനെ വരുന്നുണ്ട്, കാരണം അല്ലെങ്കിൽ ക്യാഷ് ഇല്ല, ബുദ്ധിമുട്ടാവും. പക്ഷെ അവിടെ ഇങ്ങനെ കിടന്ന സമയത്ത് ഞാൻ എന്നോട് ചിന്തിച്ചൊരു ചിന്തയുണ്ട്, എന്നെ ചേഞ്ച് ചെയ്തൊരു ചിന്ത, ഞാൻ ചാടി എണീറ്റൊരു ചിന്ത. അതായത് ഞാനിപ്പോ ഇവിടെ നിൽക്കുകയാണ്, എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ ഞാനിപ്പോ ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മറ്റൊരു ഞായറാഴ്ച മാത്രമാണ്. ഞാനിവിടെ നിന്ന് കഴിഞ്ഞാൽ നാളെ മറ്റൊരു ഞായറാഴ്ച മാത്രമാണ്. എൻ്റെ ലൈഫ് പഴയ പോലെ തന്നെ പോകും. പക്ഷേ ഞാൻ അവിടേക്ക് പോയി കഴിഞ്ഞാൽ അത് ആ ഞായറാഴ്ച ചിലപ്പോൾ എൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യും എന്ന് എനിക്കൊരു തോന്നലങ്ങ് വന്നു. ഒരു തോന്നൽ, അത് ഞാൻ വിശ്വസിക്കുന്നത്, എനിക്ക് എൻ്റെ ഉള്ളിലേക്ക്, ഞാൻ വിശ്വസിക്കുന്ന പ്രപഞ്ച ശക്തി എൻ്റെ ഉള്ളിലേക്ക് ഇട്ട് തന്നൊരു അടയാളമാണ്, ഒരു തോന്നലാണ്. ഞാൻ ചാടി എണീക്കുന്നു. ആ ഒരു വല്ലാത്ത മഴയത്ത്, തൊരാതെ വീഴുന്ന മഴയത്ത് നനഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബ്രദറിന്റെ വാഹനം എടുത്തിട്ട് ഞാൻ ബൈക്കിൽ യാത്ര ചെയ്തിട്ട്, ബസ് അവിടെ കിട്ടില്ല, കൊച്ചിയിലേക്ക് പോകാനുള്ള ബസ്സുകൾ കിട്ടില്ല, അല്ലെങ്കിൽ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് പോകണം. ആ രാത്രി 9 മണിക്ക് തീരുമാനം എടുക്കണം. 9 മണി കഴിഞ്ഞപ്പോഴേക്കും വണ്ടി ഇറങ്ങിയിട്ടെന്ന് വെച്ചാൽ മഴ നനഞ്ഞ് ഞാൻ പോയി റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ അവിടെ എത്തിയിട്ട് അവിടെ പ്രോഗ്രാമിലേക്ക് ചെന്നു. ഞാൻ അതിരാവിലെ അവിടെ ചെന്നു. അപ്പൊ കൊച്ചിയിലൊക്കെ നിറയെ വെള്ളമുണ്ട്, അതൊക്കെ മുട്ടിനറ്റം വെള്ളം നനഞ്ഞിട്ടാണ് ആ ഹോട്ടലിലേക്ക് ഞാൻ അവിടെ എത്തിയത്. 7:30 എത്തി, 10 മണിക്ക് തുടങ്ങുന്ന പ്രോഗ്രാമിന് അത്രയ്ക്കും എക്സൈറ്റഡ് ആയിരുന്നു. And then when I went there and sit there, പ്രോഗ്രാം തുടങ്ങി അങ്ങ് സ്റ്റാർട്ട് ചെയ്തൊരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ബാത്റൂമിൽ പോയിട്ട് ഞാൻ ഒരു തീരുമാനമെടുത്തു, എൻ്റെ ലൈഫ് മാറാൻ പോവാൻ മോനെ. That was the decision. My decision was so right. ഒരു കാര്യം പറയട്ടെ, അവിടുന്ന് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്നൊരു തിരിച്ചുപോക്കുണ്ടായിട്ടില്ല. അതാണ് എൻ്റെ ടേണിംഗ് പോയിന്റ്. ഞാനിത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, പോസിബിലിറ്റിയിൽ വിശ്വസിക്കണം, ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ ട്രസ്റ്റ് ചെയ്തിട്ട് എന്താ വെച്ചാൽ അതിലേക്ക് മൈൻഡ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ, അബണ്ടന്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്, അന്ന് അവിടെ എന്നെ ചേഞ്ച് ചെയ്ത കാര്യം ഒരൊറ്റ കാര്യമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകത്ത് എല്ലാം 2 പ്രാവശ്യം സൃഷ്ടിക്കപ്പെടുന്നു. ആദ്യം മനസ്സിൽ, പിന്നീട് യാഥാർത്ഥ്യത്തിൽ. ഷാഫി, നിനക്കൊരു ട്രെയിനർ ആവണം, ഒരു കോച്ച് ആവണം, ഇന്ന ലെവലിൽ കരിയറിൽ തിളങ്ങണം എന്നാണെങ്കിൽ ആദ്യം നീ നിന്റെ ഉള്ളിൽ നീ എന്ത് ചെയ്യണം? ആ കോച്ചിനെ സൃഷ്ടിക്കണം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, അദ്ദേഹം പറഞ്ഞത് 100% അന്ധമായിട്ട്, ബ്ലൈൻഡായിട്ട് വിശ്വസിച്ച്, അതിൽ തന്നെ വിശ്വസിച്ച് നടന്ന് അതായിത്തീർന്ന ഒരാളാണ്. ഭ്രാന്തമായിട്ട് വിശ്വസിക്കും. അബണ്ടൻസ് എന്ന് പറയുന്നത് ഭ്രാന്തമായിട്ട് വിശ്വസിക്കുന്ന, അന്ധമായിട്ട് വിശ്വസിക്കുന്ന ആൾക്കാർക്കുള്ളതാണ്. എന്ത്? നിങ്ങളുടെ പോസിബിലിറ്റിയിൽ അന്ധമായി വിശ്വസിക്കുക, സാധ്യതയിൽ അന്ധമായി വിശ്വസിക്കുക. നിങ്ങൾക്ക് നശിക്കുന്ന അന്ധവിശ്വാസങ്ങളിലല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ പോകുന്ന പോസിബിലിറ്റിയിൽ എന്ത് ചെയ്യണം? അന്ധമായിട്ട് വിശ്വസിക്കുക. സോ നശിപ്പിക്കാൻ പോകുന്നതല്ല, വിജയിപ്പിക്കാൻ പോകുന്നു പോസിബിലിറ്റി.
വളർത്താൻ സാധിക്കുന്ന ആ പോസിബിലിറ്റിയിൽ അന്ധമായി വിശ്വസിക്കണം. ആ അടയാളങ്ങളിൽ അന്ധമായി വിശ്വസിക്കുക. ട്രസ്റ്റ് ഓൺ ഇറ്റ് ആൻഡ് ആക്ട് ഓൺ ഇറ്റ്. അതുപോലെ നാളെ നിങ്ങൾ എന്താ വെച്ചാൽ വരിക. ഇപ്പോ ഷെഫീലിന് ഇതുപോലൊരു ടേണിംഗ് പോയിന്റ് ആണ് ഈ പറഞ്ഞ കോഴ്സ്. ഇറ്റ്സ് എ ബിഗ് ടേണിംഗ് പോയിന്റ്. ഒരുപാട് പേരുടെ ലൈഫ് ചേഞ്ച് ആക്കുന്ന ഇത്തരത്തിലുള്ള ഇവന്റുകളിൽ വെച്ചിട്ടുണ്ട്. സോ കം ആൻഡ് ലെറ്റ്സ് ചേഞ്ച് ആൻഡ് ട്രാൻസ്ഫോം ആൻഡ് ഗിവ് എ ക്ലാരിറ്റി. അതായത് മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് ഞാൻ എല്ലാവരും ഇതിലേക്ക് വെൽക്കം ചെയ്യാണ്. എല്ലാവരും ലൈഫ് എന്താ പറയാ ചേഞ്ച് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു ഓപ്പർച്യൂണിറ്റി ലൈഫിൽ കിട്ടിക്കൊണ്ടെന്ന് വരില്ല. അത് നമ്മളത് എത്രയും പെട്ടെന്ന് തന്നെ ചൂസ് ചെയ്യുക, അതേ ഞാൻ പറയുള്ളൂ. എന്നുവെച്ചാൽ ഒരുപാട് ക്ലാസ്സുകളിലൂടെയാണ് ഞാൻ ഇവിടെ എത്തിപ്പെട്ടത്. ശാസ്ത്ര സാറിന് ഈ ഒരു ക്ലാസ്സിൽ തന്നെ എത്തിപ്പെട്ടത് ഒരുപാട് ക്ലാസ്സുകളിലൂടെയാണ്. പക്ഷേ പിന്നെ എനിക്ക് EFT ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായ ചേഞ്ച് ആണ് ഉണ്ടായത്. എന്റെ പ്രോബ്ലം എവിടെയാണെന്ന് എനിക്കിപ്പോഴാണ് എനിക്ക് കറക്റ്റ് മനസ്സിലായത്. ഞാൻ ഇതുപോലെ ഡിവൈൻ മാസ്റ്ററി, വെൽത്ത് മാസ്റ്ററി എല്ലാ ക്ലാസ്സിലും ഞാൻ പങ്കെടുത്ത വ്യക്തിയാണ്. ഷാഫി സാറിന്റെ 2014 ഷാഫി സാറ് റിയാദ് ബേസ്ഡ് ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പിലൊക്കെ. ആ ഒരു സമയത്ത് അതിൽ 4ാമത്തെ ഒരു മെമ്പർ ആയിരുന്നു ഞാൻ. അതുകൂടി ഞാൻ അതെ 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 തീർച്ചയായിട്ടും. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. അപ്പം എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോഴും ഉണ്ട് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ അബണ്ടന്റ് മൈൻഡ് സെറ്റ് എന്താ വെച്ചാൽ നമ്മൾ ഡെവലപ്പ് യുവർ അബണ്ടന്റ് മൈൻഡ് സെറ്റ്. അപ്പൊ അബണ്ടന്റ് മൈൻഡ് സെറ്റ് നമുക്ക് എന്ത് ചെയ്യണം, കൊണ്ടുവരും. അബണ്ടന്റ് മൈൻഡ് സെറ്റ് ഒരു പ്രധാനപ്പെട്ട സംഗതി, നിങ്ങളുടെ മനസ്സിനുള്ളിലുള്ള ചിന്ത നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് തന്നെ, സമ്പത്തിനെ കുറിച്ച് തന്നെയുള്ള ചിന്ത കൊടുക്കുക. യു ഹാവ് ടു ക്രിയേറ്റ് കണ്ടിന്യൂസ്ലി ആ തോട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ബി ഹിയർ ഇൻ വീഡിയോ, വീഡിയോസിൽ വരിക, പരമാവധി ആൾക്കാർ ബി ഹിയർ ഇൻ വീഡിയോ. സോ ഇന്ന് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തതുപോലെ നമുക്ക് എന്താ വെച്ചാൽ ഇന്ന് കുറച്ച് സ്ലൈഡ്സ് ഒക്കെ കാണിച്ചിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എല്ലാവരോടും പറയാനുള്ളത്, വരിക. നാളെ നമുക്ക് മോർണിംഗിൽ ക്ലാസ് ഉണ്ടാവില്ല. ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ പറഞ്ഞതുപോലെ റിസൾട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അബണ്ടന്റ് മൈൻഡ് സെറ്റ് കൊടുക്കുക. അബണ്ടന്റ് മൈൻഡ് സെറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, തിങ്ക് അബൌട്ട് വാട്ട് യു വാണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതിനെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. ആ ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടിരിക്കുക. അതിലേക്ക് ഫുൾ ടൈം ഫീലിംഗ് കൊടുക്കുക. രണ്ടാമത്തത്, ഫീൽ ഗ്രേറ്റ്ഫുൾ. ഈ ലോകത്ത് നിങ്ങൾ സൂക്ഷ്മാവസ്ഥയിൽ നിങ്ങളിലുള്ള സാധ്യത, ഒരു വിത്തിൽ ഒരു വനം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധ്യതയുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. നിങ്ങളിൽ എത്രത്തോളം വലിയൊരു സമൂഹത്തെ, വലിയൊരു ലോകത്ത് ചേഞ്ച് ചെയ്യാനുള്ള ഒരുപാട് നിങ്ങളുടെ ചിന്തകളിൽ ഒരുപാട് സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ള വിശ്വസിക്കണം, അന്ധമായിട്ട് വിശ്വസിക്കണം ആ സാധ്യതയിൽ. എന്നിട്ട് അതിലേക്ക് വിശ്വസിക്കുമ്പോൾ, ആ ഒരു എനർജി കൊടുക്കുമ്പോൾ, ആ ചിന്ത കൊടുക്കുമ്പോൾ, ആ തോട്ട് കൊടുക്കുമ്പോൾ, അതിൽ നിന്ന് ഫ്രീക്വൻസി പുറത്തു പോയി അതിനനുസരിച്ചിട്ടുള്ള റിസൾട്ടുകൾ, അടയാളങ്ങൾ, വ്യക്തികൾ നിങ്ങളിലേക്ക് വരുന്നത് കാണുമ്പോൾ ട്രസ്റ്റ് ഓൺ ഇറ്റ്. അതിൽ വിശ്വസിച്ചിട്ട് എന്താ വെച്ചാൽ ആക്ട് ഓൺ ഇറ്റ്. അതാണ് ട്രസ്റ്റ് ആണ് നമ്മളുടെ ആ സാധ്യതയിലേക്ക് കൊടുക്കുക. നിങ്ങൾ ആരാണെന്നുള്ളത് ഒരു പ്രശ്നമല്ല. നിങ്ങൾ ഒരിക്കലും ലോജിക്കൽ മൈൻഡിൽ ചിന്തിക്കാതിരിക്കുക, മാജിക്കൽ മൈൻഡോട് കൂടി ചിന്തിക്കുക. വാട്ട് ഈസ് എ മാജിക്കൽ മൈൻഡ്? മാജിക്കൽ മൈൻഡ് എന്ന് പറയുന്നത് the possibility that you can create. It doesn't matter who you are right now. It doesn't matter who you were. നിങ്ങൾ ആരായിരുന്നു, നിങ്ങൾ ആരാണ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമേ അല്ല. ഇറ്റ് ഡസന്റ് മാറ്റർ, അതൊരു വിഷയമേ അല്ല. നിങ്ങൾക്ക് ആരാവണം, എന്ത് ക്രിയേറ്റ് ചെയ്യണം, എവിടെ എത്തിച്ചേരണം എന്നുള്ള ചിന്ത മാത്രമാണ് നിങ്ങളെ നയിക്കേണ്ടത്. അത്തരത്തിലുള്ള ഒരു തോട്ട് പാറ്റേൺ കൊടുക്കുന്ന ഒരാൾ, അത്തരത്തിലുള്ള രീതിയിലേക്ക് ഭ്രാന്തമായിട്ട് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സാധ്യതയിലേക്ക് അയാൾ എത്തിച്ചേരുകയല്ലാതെ അദ്ദേഹത്തിന് വേറെ വഴിയില്ല. അപ്പൊ സ്വപ്നം കാണുന്നുണ്ട് എങ്കിൽ, ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ലൈഫ് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, ലിസൺ ടു ദ യൂണിവേഴ്സ്. യൂണിവേഴ്സിനേക്ക് ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾക്ക് വേണ്ട സാധ്യതകളുടെ അടയാളങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ ഇട്ട് തരുന്നുണ്ട്. ഈ പ്രോഗ്രാം, ഈ ക്ലാസ്സുകൾ, ഈ മോർണിംഗിൽ ഞാൻ പറയുന്നത്, ഞാൻ നിങ്ങളിലേക്ക് വന്ന് ഈ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ഒരു അടയാളമാണ്. ലിസൺ ടു ഇറ്റ് ആൻഡ് ട്രസ്റ്റ് ഓൺ ഇറ്റ്. അല്ലാതെ ഒരുപാട് ആഗ്രഹിച്ച് നടന്നിട്ട് ഇങ്ങനെ എനിക്കത് പറ്റുമോ, ആഗ്രഹിക്കുക, എനിക്ക് വീണ്ടും നെഗറ്റീവ് ചിന്തിക്കുക, ആഗ്രഹിക്കുക, വീണ്ടും നെഗറ്റീവ് ചിന്തിക്കുക, ആഗ്രഹിക്കുക, നെഗറ്റീവ് ചിന്തിക്കുക. ഇങ്ങനെ ചിന്തിക്കാതെ എനിക്ക് പറ്റും എന്നുള്ള ആ ഒരു അന്ധമായിട്ടുള്ള വിശ്വാസത്തില്, സാധ്യതയിൽ വിശ്വസിച്ചിട്ട് അതിലേക്ക് ഇറങ്ങി തിരിക്കണം. യു ഹാവ് ടു ഗോ ആൻഡ് മേക്ക് ഇറ്റ് ഹാപ്പൻ. ദാറ്റ്സ് ഹൗ യു ഡു ഇറ്റ്. വേറെ വഴിയൊന്നുമില്ല.
The people who create, they use their intelligence differently. സൃഷ്ടിക്കുന്ന ആൾക്കാർ, വ്യത്യസ്തമായ വലിയ സ്വപ്നങ്ങൾ കണ്ട് അത് നേടിയെടുക്കുന്ന ആൾക്കാർ, അസാധ്യതയിലേക്ക് എത്തിച്ചേരുന്ന ആൾക്കാരും സാധാരണക്കാരും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ചിന്തയിലാണ്, അവരുടെ ചിന്തകൾ ഉപയോഗിക്കുന്ന രീതിയാണ്. ഡിഫറെന്റ് ആയിട്ട് ചിന്തിച്ചേപ്പെട്ടു. ഐ നീഡ് ദിസ് ആൻഡ് ഐ നീഡ് ദിസ്, ഐ നീഡ് ദിസ് എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ you have to trust and you have to act on it. ഹലോ, യെസ്, ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഞാൻ എന്റെ മനസ്സിലുള്ള പെർ മന്തിന്റെ 25% ഡിസംബർ 31 അച്ചീവ് ചെയ്യണം എന്നാണ് എന്റെ ആഗ്രഹം. ഇൻഷാല്ലാ 15% ആയി. ഇനി 1-2 വഴികൾ തുറന്നാണ് ആഗ്രഹം. അത് തുറന്നു കഴിഞ്ഞാൽ ലാഭം വിശ്വസിക്കുന്നു. വെരി ഗുഡ്. എന്തായാലും അവിടേക്ക് എത്തും, നോ ഡൗട്ട് അബൌട്ട് ദാറ്റ്. അതിലേക്ക് വിശ്വസിക്കുക. എന്റെ പണി എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ്. ദാറ്റ്സ് മൈ ഡ്യൂട്ടി ആൻഡ് ഐ വിൽ ഡു മൈ ബെസ്റ്റ്. തീർച്ചയായും എന്റെ ജെനുവിൻ ആയിട്ട് ഞാൻ അതിലേക്ക് നിങ്ങളെ എത്തിച്ചു തരാ എന്നുള്ളതാണ്. അത് ആ അത്ഭുതങ്ങൾ, കഥകൾ എനിക്ക് കേൾക്കണം. മാജിക്കിലും മിറക്കിളും നമ്മൾ വിശ്വസിച്ചു പോവുക. പിന്നെ ആരും എന്ത് പറയുന്ന നോക്കുന്നില്ല, നമുക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അങ്ങ് ചെയ്യുക, അതിലേക്ക് എത്തിച്ചേരും. വേറെ വഴിയൊന്നുമില്ല. തീർച്ചയായും ഭ്രാന്തമായിട്ട് നമ്മളെന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെച്ചാൽ കയ്യും കാലും ഇല്ലാത്ത ആൾക്കാർ ഇത് ചെയ്ത് കാണിക്കുന്നുണ്ടോ? കിടപ്പിലായിട്ടുള്ള ആൾക്കാർ ഇത് ചെയ്ത് കാണിക്കുന്നുണ്ട് അത്ഭുതങ്ങൾ. ഒരു കാലില്ലാത്ത സ്ത്രീ പൈലറ്റ് ആയിട്ടുണ്ടായിരുന്ന കഥ കേട്ടിരുന്നു. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളുടെ ഇന്നത്തെ നമ്മുടെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അബണ്ടന്റ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഈ വെൽത്ത് സീരീസ് വീണ്ടും വരും. ഇനിയും ഒരുപാട് പഠിപ്പിക്കാനുണ്ട്. വെൽത്തിലെ മുഴുവൻ സെഷൻസ് ഒന്നും നമ്മൾ പഠിപ്പിച്ചിട്ടില്ല, നമുക്ക് വേറെ സമയമില്ലാത്തത് കൊണ്ട്. ഇന്നിപ്പോ 7:30 അപ്പൊ നാളെ നമ്മുടെ പ്രോഗ്രാം നടക്കുകയാണ്, ബിസിനസ് പ്രോഗ്രാം നടക്കുകയാണ്. നിങ്ങളൊരു ബിസിനസ്മാൻ ആവാൻ ആഗ്രഹിക്കുന്നു, ബിസിനസിനെ കുറിച്ച് പഠിക്കണം, എങ്ങനെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, എങ്ങനെ ഒരു ആശയം കൊണ്ടുവരാം, എന്നിട്ട് അതെങ്ങനെ നടപ്പിലാക്കിയെടുക്കാം, വിജയിപ്പിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് പവർഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ ബിസിനസ് ബ്ലോക്കുകളെ ക്ലിയർ ചെയ്തിട്ട് ഒരു ബിസിനസ്മാൻ ആക്കി മാറ്റിയെടുത്ത്, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഓൾറെഡി ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിനെ ബിൽഡ് ചെയ്യാനും, നിങ്ങൾക്ക് സെയിൽസ് വർദ്ധിപ്പിക്കാനും, നിങ്ങളുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാനൊക്കെ ആവശ്യമായിട്ടുള്ള ബിസിനസ്സിലെ ചലഞ്ചസിനെ മറികടക്കാൻ ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളെല്ലാം നൽകുന്ന സെഷനാണ്. മറക്കരുത്. നാളെ കാലിക്കറ്റ്, കോഴിക്കോട് ഗുഡീസ് ബ്ലിഷർ ഹോട്ടലിൽ വെച്ചിട്ടാണ്. ഒരുപാട് നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ആഗ്രഹിച്ചിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ആ ആൾക്കാരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ ദിസ് ഇസ് എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. കോൾ ആൻഡ് ബുക്ക് ദ സീറ്റ്സ്. വിളിക്കുക, സീറ്റ് ബുക്ക് ചെയ്യുക. അപ്പൊ അതിന് വേണ്ട നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, വിളിക്കുക കേട്ടോ. ഒരു കാര്യം കൂടെ പറയാണ്. യെസ്, പറഞ്ഞോളൂ. അതായത് ഞാൻ തിങ്ക് ചെയ്യുന്ന ഒരു രീതി ഉണ്ട്. ഞാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് പല വ്യക്തികളിലൂടെ, പല സാഹചര്യങ്ങളിലൂടെ എന്റെ ലൈഫിലേക്ക് വന്നു ചേരുന്നതാണ്. അപ്പൊ ഇതിപ്പോ ഈ ലൈഫിലേക്ക് വന്നു ചേരുന്ന ഷാഫി സാർ മുഖാന്തരമാണ്. അപ്പൊ എല്ലാവരും എന്താ പറയാ, ആ ഒരു ഇതിലേക്ക് വന്ന് പങ്കെടുക്കുക. അത്രയും നല്ലൊരു പവർഫുൾ ക്ലാസ് ആണ്. ഒന്നുകൂടി ലാസ്റ്റ് സമയത്ത് പറയാണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു ഷിഫിൽ. താങ്ക് യു ഷിഫിലിന്ന് എന്താ പറയാ, ഷിഫിലിന്റെ ലൈഫിൽ വലിയ ചേഞ്ചസ് ഓരോ സെഷനുകളിലൂടെയും ഉണ്ടാകുന്നു എന്നറിഞ്ഞ വലിയ സന്തോഷം. അവരുടെ ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നതിൽ. എനിവേ, അപ്പൊ മറക്കരുത്. ആരൊക്കെയാണ് നാളത്തെ പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർ? ട്രെയിനർ ആവാനാണ് ഇഷ്ടം, എനിക്ക് നാളെ ചാൻസ് ഉണ്ടോ? വന്നോളൂ ജസീല, കം ടു ദ പ്രോഗ്രാം. ജസീല എന്തായാലും പ്രോഗ്രാമിലേക്ക് വരും. യെസ്, ട്രെയിനർ ആവാനാണ് ഇഷ്ടമെങ്കിൽ, ട്രെയിനർമാരായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ എന്തായാലും വരണം. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ സ്റ്റോറി അവിടെ പറയും. ഞാൻ എങ്ങനെ ട്രെയിനറായിട്ട് എങ്ങനെ ഞാൻ ബിൽഡ് ചെയ്തു, എങ്ങനെ ട്രെയിനിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയിലെ ബിസിനസ് എങ്ങനെ ചെയ്യുന്നു, ഇതിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഐ വിൽ ബി ടെല്ലിങ് മൈ സ്റ്റോറി, മൈ എക്സ്പീരിയൻസ് ആസ് വെൽ. ട്രെയിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ എന്തായാലും വരണം. സോ ക്ലാസ് ചെയ്യുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് കം ഹിയർ. ഓക്കെ, അപ്പൊ എന്താ വെച്ചാൽ പ്രോഗ്രാമിലേക്ക് എന്താ വെച്ചാൽ വരൂ, പാർട്ടിസിപ്പേറ്റ് ചെയ്യൂ. എന്നിട്ട് എന്താ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, സോ കം ടു ദ പ്രോഗ്രാം. മറക്കരുത്. ജമാൽ, കം ടു ദ പ്രോഗ്രാം. പ്രോഗ്രാമിലേക്ക് എന്തായാലും വരിക, രജിസ്റ്റർ ചെയ്യുക, വിളിക്കുന്ന ലാസ്റ്റ് അവസരമാണ്. ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി. ഈ ഒരു കുറഞ്ഞ ഫീസിൽ ഇനി നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഈ ഒരു അവസരം കിട്ടാൻ പോകുന്നില്ല. സോ ഗ്രാബ് ദ ഓപ്പർച്യൂണിറ്റി ആൻഡ് കം ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ബിസിനസ്, ചേഞ്ച് യുവർ കരിയർ. മുഹമ്മദ് റാഫി പറയുന്നു, എന്താണ് മുഹമ്മദ് റാഫി എന്താ പറയുക, 6K എന്താണോ എന്താ ഉദ്ദേശിച്ചത്? ഓക്കെ എന്നാണ് അല്ലേ? ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ പറഞ്ഞതുപോലെ മറക്കരുത്, നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന
പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, വരിക വന്നിട്ട് നെക്സ്റ്റ് ടോപ്പിക് ടൈം മാനേജ്മെന്റ് ആക്കുമ്പോൾ ഷബീറ KP. താങ്ക് യു, സൂപ്പർ ക്ലാസ്, താങ്ക് യു. ഓക്കെ, നെക്സ്റ്റ് സെഷൻ നമുക്ക് ടൈം മാനേജ്മെന്റ് എന്തെങ്കിലും വിഷയം സീരീസ് എന്തായാലും വരും. തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം, ഓരോ വിഷയങ്ങൾ നമുക്ക് എടുക്കാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ മോർണിംഗ് മെഡിറ്റേഷൻ ഉണ്ട്, തെറാപ്പി ഉണ്ട്. നമ്മുടെ കോഴ്സിൽ പങ്കെടുക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ചെയ്യുന്ന തെറാപ്പീസ് ഉണ്ട്. ആ തെറാപ്പീസിൽ എന്തായാലും നിങ്ങൾ പങ്കെടുക്കണം. പുതിയ ബാച്ചിലുള്ള ആൾക്കാർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, മറ്റുള്ളവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കം ആൻഡ് ജോയിൻ. ഓക്കെ, താങ്ക് യു. Thank you so much. Have a great day.